50% മാത്രം പണം അടച്ചുകൊണ്ട് നിങ്ങൾക്ക് വീടിന്റെ പണി പൂർത്തീകരിക്കാം. ബാക്കി വരുന്ന 50% നിങ്ങൾക്ക് 50 മാസം തവണകളായിട്ട് അടക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് വീടിന്റെ പ്ലാനും മോഡൽസും കിട്ടാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഹൗസ് ഫോർ എന്ന ആപ്പ് ഡൗൺലോഡ്. എനിക്ക് ബാക്കിയുള്ളവരെ പോലെ ഉണ്ണിനെ പോലെ ഒന്നും എയറിലാവുന്ന അവസ്ഥ വരുന്നില്ല. കാരണം ഇത് വായിച്ചു നോക്കാനുള്ള ക്ഷമയൊക്കെ ആണ്. നമുക്കറിയാം ഒരാളൊരു ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് എത്ര സെക്കൻഡാണ് വായിക്കണേന്ന്. അപ്പൊ തന്നെ അറിയാം അവര് വായിക്കുന്നില്ല പ്രോപ്പറായിട്ട്. പക്ഷെ എയറിലാവാറില്ല. അതുകൊണ്ട് നല്ല ഹൈപ്പുള്ള പടത്തിനെ റോസ്റ്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ചെറിയ പടത്തിനെയൊക്കെ റോസ്റ്റ് ചെയ്തിട്ട് ആരും കാണില്ല. അപ്പം അങ്ങനെ ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചിലപ്പം രസമുള്ള എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞു എന്ന് എനിക്ക് തന്നെ തോന്നുന്ന വീഡിയോസ് ഉണ്ടാവും. പക്ഷെ അതൊന്നും ആരും കണ്ടിട്ടുണ്ടാവില്ല. റിവ്യൂവേഴ്സിനെ കുറിച്ച് ഇപ്പോ ജനറലി ഇപ്പൊ പ്രത്യേകിച്ചും ഉള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവിയെ കശാപ്പ് ചെയ്യാനുള്ള ആൾക്കാരെന്നുള്ള. മോഹൻലാൽ അനശ്വരനെ സപ്പോർട്ട് ചെയ്തിട്ടൊരു ഡയലോഗ് പറയുമ്പോൾ ഭയങ്കരമായിട്ട് കൈയടിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പോഴാണ് ഞാൻ ഓഡിയൻസ് ഇത്രയും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, ഇങ്ങനത്തെ സിനിമകൾക്ക് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ശരിക്കും മനസ്സിലാവുന്നത്. ക്യൂ സ്റ്റുഡിയോ റൗണ്ട് ടേബിൾ സീരീസ് ആണ്. അപ്പോൾ ക്രിട്ടിക്സ് റൗണ്ട് ടേബിൾ ആണ്. അപ്പോൾ ആദ്യത്തെ ആളെ മുതൽ പരിചയപ്പെടുത്തുകയാണെങ്കിൽ അശ്വിൻ ഭരദ്വാജ് ലെൻസ്മാൻ റിവ്യൂസ് എന്നുള്ള പേരിൽ റിവ്യൂസ് എഴുതുന്ന ആളാണ്. തൊട്ടുള്ള ഞങ്ങൾ തന്നെ റാൽഫാണ്, ക്യൂ സ്റ്റുഡിയോയുടെ എൻ്റർടൈൻമെൻറ്റ് ജേർണലിസ്റ്റാണ്. വിശാൽ മേനോൻ ഫിലിം കമ്പാനിയൻ സൗത്തിൻ്റെ എഡിറ്ററാണ്. അശ്വതി ഗോപാലകൃഷ്ണൻ രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലിലൊക്കെ ജൂറി ആയിട്ടുള്ള ആളാണ്. ഫിലിം കമ്പാനിയൻ്റെ കോൺട്രിബ്യൂട്ടറും റിവ്യൂവറുമാണ്. ഉണ്ണി കൂടുതൽ പേർക്ക് അറിയായിരിക്കും, ഉണ്ണി വ്ളോഗ്സിലൂടെ പരിചിതനായിട്ടുള്ള ആളാണ്. യൂട്യൂബറും പോഡ്കാസ്റ്റ് കൂടിയാണ്. വിജയ് ജോർജ് 20 വർഷത്തോളം ഫിലിം റിവ്യൂ, ഫിലിം ഇൻ്റർവ്യൂസ്, ഫിലിം ഇൻട്രാക്ഷൻസ് ഒക്കെ ആയിട്ട് പ്രിന്റിലും ടെലിവിഷനിലും ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ തുടങ്ങാം, ശ്വാസം വിട്ടിട്ട് തുടങ്ങാം. എങ്ങനെ തുടങ്ങാം? ഈ തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി സംസാരിക്കാം. ഇപ്പോൾ നമുക്കൊരു സിനിമ ഇപ്പോഴും റീകളക്ട് ചെയ്യുമ്പോൾ നമുക്ക് മേ ബി ഈ വലിയ ഹാളിൽ ഇത്ര ആൾക്കാരൊപ്പം വരുന്ന കിട്ടുന്ന ഒരു എക്സ്റ്റസി, ആ ഹൈയിലാണ് നമ്മൾ സിനിമ ഇപ്പോഴും റീകളക്ട് ചെയ്യുന്നത്. ആദ്യം വിശാലിനോട് ചോദിക്കാം. വിശാൽ കേരളത്തിൽ പുറത്ത് സിനിമ കാണുന്ന ആളാണ്. അവിടെ മലയാള സിനിമ തിയേറ്ററിൽ കാണുന്ന ഒരു എക്സ്പീരിയൻസ്, അങ്ങനെ ഈ വർഷത്തെ അവിടെ മലയാള സിനിമ തിയേറ്ററിൽ കാണുന്ന എക്സ്പീരിയൻസും അതിൽ ഈ വർഷത്തെ ഏറ്റവും മെമ്മറബിൾ ആയ ഒരു മലയാളം സിനിമ 2023 അല്ല, സത്യം പറഞ്ഞാൽ ചെന്നൈയിലൊക്കെ ഒരു വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു 4-5 സിനിമയിലാണ്ട് ആ തിയേറ്ററിൽ മിക്കവാറും ഞാൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പോ അവര് സിനിമ കളിച്ചു അങ്ങനത്തെ രീതിയിലാണ് ഞാൻ പോയി കാണുന്നത്. പക്ഷെ ഇക്കൊല്ലം എനിക്ക് ഏറ്റവും സർപ്രൈസ്, ഞാൻ ചെന്നൈയിലെ RDX കണ്ടേ, ഇവിടെ ആയിരുന്നില്ല. RDX ഞാൻ കിങ് ഓഫ് കൊത്ത കഴിഞ്ഞിട്ട് ഉടനെ പോയി കാണുമ്പോൾ RDXന് ഹൈപ്പും ആയിട്ടില്ല, ട്വിറ്ററിലൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. അപ്പോ ആക്ച്വലി നമ്മൾ ഇപ്പൊ നോക്കുമ്പോ തന്നെ ആ സിനിമയ്ക്ക് ഒരു പ്രതീക്ഷയില്ലാത്തൊരു സിനിമയായിരുന്നു. എത്ര അതിന്റെ പ്രശ്നങ്ങളും തല്ലും ഇന്റർവ്യൂവിന്റെ സമയത്ത് നമുക്ക് അത്ര വലിയ ഒരു ഹൈപ്പൊന്നും തോന്നിയ സിനിമയൊന്നുമല്ല. പക്ഷെ അത് ഫസ്റ്റ് ടൈം കാണുമ്പോൾ തന്നെ കുഴപ്പമില്ലല്ലോ, അടിപൊളിയാണല്ലോ എന്നുള്ള രീതിയിൽ ഭയങ്കര ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പക്ഷെ ഓവറോൾ നോക്കുമ്പോൾ എനിക്ക് ജയിലർ ഫസ്റ്റ് ഹാഫ് ആയിരുന്നു ഒരു നെക്സ്റ്റ് ലെവൽ മെമ്മറബിൾ. അത് ഞാൻ കണ്ടത് ബോംബെയിലും ആയിരുന്നു. എന്നിട്ടും ബോംബെയിലായിരുന്നു. അത് ഭയങ്കര ഏതൊരു ചെറു തിയേറ്ററിലോ ചേംബൂറിലോ എന്തോ. പക്ഷെ ഫസ്റ്റ് ഹാഫിന്റെ ഒരു ഇന്റർവെൽ ഫൈറ്റ് ഭയങ്കരമായിരുന്നു. അതിന് അത്രയും വേറെ ഒന്നും വന്നിട്ടില്ല. അശ്വതിക്ക് ഏതായിരിക്കും ഒരു? ഞാൻ തിയേറ്റർ റിലീസസ് വളരെ കുറച്ച് ഈ വർഷം കണ്ടിട്ടുള്ളൂ. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഏറ്റവും റീസെൻ്റായിട്ട് നേര് കണ്ടപ്പോൾ തൊട്ടടുത്തിരുന്ന 2 പെൺകുട്ടികൾ കൈയടിക്കുന്നുണ്ടായിരുന്നു. മോഹൻലാൽ മൂപ്പര് ഒരു ഡയലോഗ് പറയുമ്പോൾ, അനശ്വരനെ സപ്പോർട്ട് ചെയ്തിട്ടൊരു ഡയലോഗ് പറയുമ്പോൾ ഭയങ്കരമായിട്ട് കൈയടിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പോഴാണ് ഞാൻ ഓഡിയൻസ് ഇത്രയും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, ഇത്രയും ഇങ്ങനത്തെ സിനിമകൾക്ക് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ശരിക്കും മനസ്സിലാവുന്നത്. ഇങ്ങനെ ഒരു സെറ്റിങ്ങിലിരുന്ന സിനിമ കാണുമ്പോഴാണ്. OTTയിൽ നമുക്കത് കിട്ടില്ലല്ലോ. അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നു എനിക്ക് വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ ഉള്ളതിൽ വെച്ചിട്ട്. ഞാൻ തിയേറ്ററിൽ മറ്റേ ഉള്ളിൻ്റെ ഉള്ളിൽ മറ്റേ കൈയടിച്ച് വിസിലടിച്ച സിനിമ കാണുന്ന ആളും പുറമെ ഞാനിങ്ങനെ ആഗ്രഹമുണ്ട് മറ്റേപോലെയൊക്കെ ചെയ്യണമെന്ന്, പക്ഷെ വരില്ല. ഞാൻ അങ്ങനെ കണ്ട് ഭയങ്കരമായിട്ട് ത്രില്ലായത് ഒന്ന് RDX ആണ്. RDX എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതില് പെപ്പയുടെ ഇൻട്രോ ചുമ്മാ പള്ളി നോക്കിയിരിക്കുക, അതായത് അടിയൊന്നും തുടങ്ങിയിട്ടില്ല, പക്ഷെ അവിടെ അവർ ബിൽഡ് ചെയ്തു ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ഈ സാധനമാണ്. അവിടെ ഈ ഉള്ളിൽ മറ്റേ ഈ നിറഞ്ഞു വരുമല്ലോ സാധനം മുന്നിട്ട് പോലെ എന്ന് പറയുന്നത്, അങ്ങനത്തെ ഒരു ഫീൽ കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ പറയാനാണെങ്കിൽ ഈ പറയുന്ന ഫീൽ ഉള്ളിൽ വന്ന ഒരു സംഭവം, ഇപ്പോൾ ചാവേറിൽ മറ്റേ
മരണ വീട് കാണിക്കുന്ന സീക്വൻസ്, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് എനിക്ക് ഈ തിയേറ്ററിൽ ഇരുന്ന് മറ്റേ മനസ്സ് നിറഞ്ഞു എന്ന് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ തിയേറ്റർ എക്സ്പീരിയൻസ് പിന്നെ പറഞ്ഞ പോലെ നേരിൽ നമ്മുടെ അടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ, അതായത് മറ്റേ കയ്യടി ഓഡിയൻസ് അല്ല, പക്ഷെ അവരും അത് ചെയ്യുന്നു എന്ന് പറയില്ലേ, ആ രീതിയിലേക്ക് വന്നത് അങ്ങനെ കുറച്ച് സിനിമകളെ കിട്ടിയിട്ടുള്ളൂ. പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി നമ്മൾ പോയ സിനിമകൾ അങ്ങനെ. വിജയേട്ടൻ ഏതായിരിക്കും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ്? 2023 തിയേറ്റർ എക്സ്പീരിയൻസ് ഞാൻ ഒത്തിരി IFKയിൽ ഒത്തിരി നല്ല അഭിപ്രായം കേട്ട സിനിമ നൻപകലായിരുന്നു. അപ്പോൾ ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു. നൻപകൽ തന്നെയായിരുന്നു ഈ വർഷത്തെ എനിക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സിനിമ. പിന്നെ 2 സർപ്രൈസ് ഇതുണ്ടായിരുന്നത്, ഒന്ന് പ്രണയവിലാസം എനിക്ക് നന്നായിട്ട് വർക്കായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് വൈകി കണ്ട സിനിമ OTTയിൽ കണ്ടത് സുലേഖ മനസ്സിലായിരുന്നു. അതും എനിക്കൊരു സർപ്രൈസിംഗ്ലി ഞാൻ ഒത്തിരി എക്സ്പെക്റ്റേഷനോടുകൂടി കണ്ടതല്ല, നല്ല അഭിപ്രായം ഞാൻ ഒത്തിരി കേട്ടിരുന്നു, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായ സിനിമയാണ്. ലെൻസ്മാൻ ഈ പറയുന്ന ഒരു തിയേറ്റർ യൂഫോറിയ ആ ഒരു കാറ്റഗറിയിൽ മലയാളം ഫിലിം നോക്കുമ്പം RDX തന്നെയാണ് ആ ഒരു എക്സ്പീരിയൻസ് തന്ന സാധനം. വിശാൽ പറഞ്ഞ പോലെ അത്ര എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നില്ല. ആ പടം ഇറങ്ങുന്നതിൻ്റെ മുന്നേ ഉള്ള കുറേ വിവാദങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നതുകൊണ്ട് നമ്മൾ ഇതെന്താ വന്നിട്ടുണ്ടാകുന്നതെന്ന്. പക്ഷേ ആ കുട്ടിയുടെ കഴുത്ത് മുറിയുന്നത് ആ ഒരു പോയിന്റ് തൊട്ട് ആ പടം വേറൊരു ഇതിലേക്ക് പോകുന്ന പോലെയാണ്. ഒരു ട്രൂ ബ്ലൂ അടിപ്പടം എന്നുള്ള സാധനം അവർക്കത് ശരിക്കും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി. പിന്നെ വേറെ ഉള്ളത് പറഞ്ഞ പോലെ തന്നെ ജയിലർ തന്നെയാണ്. ജയിലർ പക്ഷെ ഇവിടെ വേറെ റീസൺ ആയിരുന്നു. മോഹൻലാൽ ഒരു മോശം സ്ട്രീക്കിലൂടെ പോകുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ കുറച്ചേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാലും ഫാൻസ് കാണാൻ ആഗ്രഹിച്ച ഒരു പ്രസന്റേഷൻ വന്നത് അതിലായിരുന്നു. അപ്പം ആ ലാസ്റ്റ് മൊമെന്റിൽ നമ്മുടെ ട്രക്കിന്റെ സീനൊക്കെ വരുമ്പോഴത്തേക്കും തിയേറ്റർ ഞാൻ കണ്ടത് ഒരു മൾട്ടിപ്ലക്സ് എന്നാണ്. അവിടെ വരെ ആൾക്കാർ എഴുന്നേറ്റ് ഒന്ന് കൈയടിക്കുന്ന അവസ്ഥയായിരുന്നു. അപ്പം ശരിക്കും മൊത്തത്തിൽ നോക്കുമ്പോൾ RDXനേക്കാളും തിയേറ്ററിൽ ആ ഒരു ഇമ്പാക്ട് തോന്നിയത് ഈ പറഞ്ഞ പോലെ ജയിലറിലായിരുന്നു. മനീഷേട്ടൻ ഏതാ? ചോദ്യത്തിലേക്ക് പോകണമെങ്കിൽ നമ്മൾ തിയേറ്ററിൽ പോകുന്നില്ല, നമ്മളുണ്ട്. നൻപകൽ നേരത്ത് മയക്കാണ്. കാരണം ഇപ്പൊ ഞാനത് പ്ലാൻ ചെയ്ത് പറയുന്നതല്ല. നൻപകൽ നേരത്ത് മയക്കാണ്. കാരണം അതിലൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് ഇറങ്ങിയ ഏതാണ്ട് ലിജോയുടെ പടം തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പേ, ആമേൻ ഒഴികെയുള്ള സിനിമയൊക്കെ തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് തിയേറ്ററിലാണ് കണ്ടിട്ടുള്ളത്. IFFKയിലും അല്ല, തിയേറ്ററിലാണ്. തിയേറ്ററിൽ നൻപകലിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ച് വർഷങ്ങൾ കൂടി തിയേറ്ററിൽ അങ്ങനെ അത്രയും ഹൈ കിട്ടിയിട്ടുള്ള സിനിമയായിരുന്നു. ഇപ്പോൾ ഭീഷ്മപർവം കണ്ട സമയത്ത് തിയേറ്ററിൽ അങ്ങനെ ഒരു ഭയങ്കര ഹൈ ഉണ്ടായിരുന്നു. അതിന് മുമ്പ് തല്ലുമാല ഉണ്ടായിരുന്നു. അതുപോലെ അതിനോടൊക്കെ ചേർത്ത് പറയാവുന്ന സിനിമയായിരുന്നു നൻപകൽ എന്നുള്ളത്. പിന്നെ പല നിലയ്ക്കും കുറേ വർഷങ്ങൾക്ക് ശേഷം ഭയങ്കര എന്താ നമുക്കൊരു പേഴ്സണലി എത്രയും എൻജോയ് ചെയ്ത് കണ്ടു. നമ്മളതിലേക്ക് അറിയില്ല, ആ സ്റ്റോറി വേൾഡിനകത്തേക്ക് ഇറങ്ങി. പിന്നെ കുറച്ച് ദിവസം ആ സിനിമയുമായി കണക്ട് ചെയ്ത് തന്നെ ജെയിംസ് സുന്ദരൻ. കാരണം വെച്ചാൽ ഞാൻ ആ സിനിമ കണ്ട് ലിജോയും മമ്മൂക്കും ഒരേപോലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് വേറൊന്നും കണ്ടല്ല, അതിപ്പോ നിങ്ങളുടെ വേർഷൻ എന്തായാലും തീരാൻ നേരത്ത് നമുക്ക് ഇങ്ങനെയാ തോന്നുന്നത് സ്വാഭാവികമായിട്ട്. അപ്പം നൻപകലാണ്. ഇപ്പൊ ഈ നൻപകലും ഭീഷ്മറൊക്കെ പറഞ്ഞതുകൊണ്ട് ഈ സീനിയർ ആക്ടർ എന്നോട് പറഞ്ഞോ? എനിക്ക് അല്ല, എനിക്കും ഈ പറഞ്ഞ യൂഫോറിയ പറഞ്ഞത് RDX ആയിരുന്നു. അണ്ടർ ഡോഗ്സിന്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. കാരണം ഇവർക്ക് ആരും സപ്പോർട്ട് ചെയ്യാനില്ല. കിങ് ഓഫ് കൊത്ത, ബോസ് വരുന്നു. അപ്പൊ എല്ലാവരും വലിയ സിനിമകൾക്ക് പുറകെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് RDX വരുന്നത്. അതിലൊരു സിനിമ ആദ്യം റിലീസ് ആവുന്നുണ്ട്. അതിൻ്റെ ഒരു ഹാങ് ഓവർ ഒരുപാട് ഓഡിയൻസിൻ്റെ ഉള്ളിലുണ്ട്. എനിക്കൊന്നും അതൊരു റീസൺ ആയിരുന്നു തോന്നുന്നു. ഈ ഒരു ഹാങ് ഓവർ മാറുന്നത് ഒരു റീസൺ ആയിരുന്നു. അവിടെ RDX കാണുന്നു. ഇവർ ബിൽഡ് ചെയ്യുന്നതെല്ലാം ടെംപ്ലേറ്റ് ബിൽഡ് ചെയ്യുമ്പോഴും ആളുകൾക്ക് ഇത് പുതിയ ഫീൽഡ് കാണാൻ പറ്റുന്നു. കാരണം കുറച്ച് നാളെ ഇങ്ങനെ ഒരു കൃത്യം ടെംപ്ലേറ്റ് ഒരു സിനിമ വരുന്നു. ഫോർമുല എല്ലാം പക്ക, കൈയടിക്കുന്നത് കൈയടിക്കുന്നു, ഇമോഷൻ വർക്കാവുന്നു. അത്തരത്തിൽ ഓഡിയൻസിലും കുഞ്ഞു കുട്ടികൾ മുതൽ വയസ്സായവർ ഇത്ര എൻജോയ് ചെയ്ത് ഈ കഴിഞ്ഞ കാലയളവിൽ തിയേറ്ററിൽ കണ്ട പടം എനിക്കും RDX ആണ്. നൻപകലും ഹൈ ഉണ്ടായിരുന്നു. പക്ഷെ ഓഡിയൻസ് റെസ്പോൺസിൽ RDX ഞാൻ OTTയിലാണ് കണ്ടത്. എനിക്ക് ആ സമയത്ത് തിയേറ്ററിൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മലയാളത്തിലുള്ള പറഞ്ഞു. മറ്റേ തമിഴില് ഇനി ബാക്കിയുള്ള ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ ജിഗർദണ്ഡ XX കുറെ പേര് ഐക്യപ്പെടാൻ സാധ്യതയുണ്ട്. മോളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ജിഗർദണ്ഡ പറയും. പിന്നെ എനിക്ക് തോന്നുന്നു ഈ തിയേറ്ററിൽ കണ്ടതുകൊണ്ട് ഭീകരമായിട്ട് എൻജോയ് ചെയ്ത മറ്റേ
ഇങ്ങനെയല്ല, നമ്മൾ ചിരിച്ച് കയ്യിൽ നിന്ന് പോയ ഒരു സിനിമ രോമാഞ്ചമാണ്. അത് അത് മെൻഷൻ ചെയ്യാൻ തോന്നും. കാരണം തിയേറ്ററിൽ അങ്ങനെ ചിരിച്ച് കുന്തം പറഞ്ഞ് വീണ് പോയ പോലത്തെ ഒരു പടം അത് ഇയറിന്റെ സ്റ്റാർട്ടിങ്ങിൽ വന്നോണ്ട് എല്ലാവരുടെയും ലിസ്റ്റ് വരുമ്പം പലരും വിട്ടു പോകുന്ന പോലെ രോമാഞ്ചം. അല്ല, പിന്നെ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ തിയേറ്ററിക്കൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോഴും യൂഫോറിയെ പറ്റി ആലോചിക്കും, ഭയങ്കര എക്സൈറ്റ്മെന്റ്, ചിരി, കയ്യടി. പക്ഷെ അതൊരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് കൂടി ഉണ്ട് ഇതിന്റെ വേറൊരു സൈഡിൽ. നമ്മൾ ഭയങ്കര ഇമ്മേഴ്സീവ് ആയിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ തമ്പ് കാണുന്നത് ഈ വർഷമാണ്. തമ്പ് അതിന്റെ ഫിലിം ഓൺ ഫിലിം ഫെസ്റ്റിവലിൽ വെച്ചാൽ കാണും. അപ്പോൾ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. കാരണം ഈ അലക്കിയിട്ടൊരു തുണി പോലെയാ ഈ പുതിയ റീസ്റ്റോർഡ് ഫിലിം എന്ന് പറഞ്ഞാൽ. പുതിയതായിട്ട് ഉജാല മുക്കിയിട്ട് അങ്ങനെ വിരിച്ചിടുന്നൊരു തുണി പോലെ തോന്നും. ഇമേജ് ക്വാളിറ്റി ഒക്കെ ഭയങ്കര രസമാണ്. അപ്പൊ ഞാൻ ആ തമ്പാണ് എനിക്ക് തോന്നുന്നു വേറൊരു ഭയങ്കര അതിന്റെ മ്യൂസിക്കും അതിന്റെ സൗണ്ടും ഒക്കെ ഇപ്പോ നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല. ഇപ്പോഴും ഇല്ല അത്രയും. ഇവിടെയും കുമ്മാട്ടിയെല്ലാം അതിനായിട്ടൊരു ഡെഡിക്കേറ്റഡ് ഫിലിം ഫെസ്റ്റിവൽ വെച്ചാൽ കുറെ പേര് വരും തോന്നുന്നു. തിരിച്ച് ഞാൻ പറഞ്ഞ വിന്റേജ് അല്ലാത്ത സിനിമകൾക്കും ഉണ്ട്. അത് എനിക്കൊന്ന് നമ്മുടെ സ്ഫടികം ഒരുപാട് എനിക്കൊന്ന് ഈ ആളവന്താൻ തിയേറ്ററിൽ ഇതായിട്ടുള്ള പടമായിരുന്നു. പിന്നെ മണിച്ചിത്രത്താഴ് കേരളീയത്തിന്റെ സമയത്ത് റിലീസ് ചെയ്ത സമയത്ത് വീണ്ടും ഈ ക്രൗഡ് പുള്ളർ. അതെ. ഞാൻ വാസ്തുഹാര ഈ വർഷമാണ് തിയേറ്ററിൽ കാണുന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോ അവസാനത്തെ 1-2 ഷോട്ടുകൾ നമ്മുടെ യൂട്യൂബിൽ കിടക്കുന്ന പ്രിന്റിലില്ല. അപ്പൊ പുതിയൊരു സിനിമ കാണുന്ന പോലെ തോന്നും. ഇത് നമ്മൾ മുന്നേ കണ്ടിട്ടേ ഇല്ല. റീസ്റ്റോർഡ് ആണെങ്കിലും പുതിയതാണ് പടം. അപ്പോൾ അതൊക്കെ ഭയങ്കര റീസ്റ്റോർഡ് ആയിട്ടുള്ള പടങ്ങൾ കൂടുതൽ കണ്ടത് ഈ ഒരു വർഷമാണ്. റിവ്യൂവേഴ്സിന്റെ കാര്യത്തിൽ എപ്പോഴും എല്ലാവർക്കും എക്സൈറ്റ്മെന്റ്. ഇവർ സിനിമ കാണുന്നത് എന്ത് മൈൻഡ് സെറ്റിലാണെന്നുള്ളതാണല്ലോ. ഇവരൊരു ഓഡിയൻസ് പെർസ്പെക്റ്റീവിൽ സിനിമ കണ്ടിറങ്ങിയതിന് ശേഷം പിന്നെ ഇത് റീകളക്ട് ചെയ്ത് റിവ്യൂ സെറ്റ് ചെയ്യുകയാണോ, അതോ സിനിമ കാണുന്നത് വളരെ ക്രിട്ടിക്കലായി സിനിമയെ കാണാൻ വേണ്ടി ഇരിക്കുന്നു, ഞാൻ ഇത് റിവ്യൂ ചെയ്യണം, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണോ? എന്താണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് സിനിമ കാണുമ്പോഴുള്ളത്? ചിലർ എൻ്റെ അടുത്ത് തമാശക്ക് ചോദിക്കലുള്ളതാ, ഫ്രണ്ടിന്റെ കൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ ആ പെന്നും പേപ്പറും എടുക്കുന്നില്ലേ എന്നുള്ള പോലെ എന്തോ ഇത് എഴുതി ഫുള്ള് ഓർത്ത് വെച്ച് ചെയ്യുന്നതെന്നാണ്. അത് കാണുന്നത് ജസ്റ്റ് എങ്ങനെയാണോ ബാക്കി എല്ലാവരും കാണുന്നത് അതേപോലെ തന്നെ കാണുക, കൈയടിച്ചിട്ടും ചിരിച്ചിട്ടും തന്നെയാണ് കാണുന്നത്. പിന്നെ അത് കുറച്ചുകൂടെ ഇമോഷണൽ ആയിട്ടാണ് എഴുത്ത് വരിക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പടം കഴിഞ്ഞ് അതിനെപ്പറ്റി ചിന്തിക്കുമ്പോഴാണ് കുറേയൊക്കെ ക്രാഫ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ തലയിലേക്ക് വരുന്നത്. ലൈക്ക് സിനിമാറ്റോഗ്രാഫി എങ്ങനെയായിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ, സീൻസിനെ പറ്റി ആലോചിക്കുമ്പോൾ അത് സ്റ്റാറ്റിക് ഫ്രെയിംസ് ആയിരുന്നു കൂടുതൽ എന്നുള്ളതും അങ്ങനത്തെ ഓർമ്മ വരുമ്പം നമ്മൾ അത് വെച്ചിട്ട് എഴുതുന്നു എന്നുള്ളത്. ഞാൻ ജസ്റ്റ് ഡയറക്റ്റ് എന്താണോ ഫീൽ ചെയ്തതെന്നുള്ള രീതിയിൽ തന്നെയാണ് എഴുതി തുടങ്ങുക. പിന്നെ ഗ്രാജുവലി നമ്മൾ പോകുന്നതനുസരിച്ചിട്ട് ഈ ചില സീൻസ് നമുക്ക് എന്തായാലും മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുമല്ലോ, വർക്കായ സീൻ എന്താണ് എന്നുള്ളത്. അപ്പൊ അതിനെ പറ്റിയിട്ട് ഈ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി എഴുതാൻ വേണ്ടി പോകുന്ന സമയത്തൊക്കെ തലയിൽ ഇതുണ്ട്. അപ്പൊ നമ്മളത് ആലോചിക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി ചില കാര്യങ്ങളൊക്കെ ഇത് വരും. അങ്ങനെയാണ്. അല്ലാതെ ഓവർ ഈ പറയുന്ന പോലെ ഓരോ സീനും മറ്റേ അനലൈസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന പരിപാടി അതൊന്നും വരുന്നില്ല. ഇപ്പം അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു ഇമ്മീഡിയറ്റ് റെസ്പോൺസ് അല്ലേ അതിലാണ് ആൾക്കാരെ അറിയാൻ ആഗ്രഹിക്കുന്നതും അതാണല്ലോ. അല്ലാതെ നമ്മളോട് ബേസിക്കലി ഫസ്റ്റ് ഡേ വരുന്ന റിവ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയൻസിന്റെ ആവശ്യം ഞാനിത് കാണാൻ പോകണോ വേണ്ടിയോ, എന്താ നിങ്ങളുടെ അഭിപ്രായം, ഇതേ അവർക്ക് അറിയേണ്ടുള്ളൂ. അപ്പൊ അന്നേരം തന്നെ നമ്മൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പോകേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ലൈക്ക് ഇമോഷണൽ ആയിട്ട് തന്നെ എഴുതുക, പക്ഷെ അതിൽ മാക്സിമം ഡീറ്റെയിൽഡ് ആവാൻ നോക്കുക എന്നുള്ള അതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അല്ല, ഈ അത് കണക്ട് ചെയ്ത് ഇപ്പൊ ആദ്യം തന്നെ ഈ റെഡ് ഗ്രീൻ സിഗ്നൽ ഒക്കെ ഇടുമല്ലോ, അത് ആദ്യം സിഗ്നൽ അത് താല്പര്യം, ഐ മീൻ എനിക്ക് റേറ്റിംഗ് സംഭവം എടുത്ത് ഒഴിവാക്കണം എന്നായിരുന്നു. കാരണം അതിന്റെ മുകളിലാണ് നമ്മൾ എഴുതി വെക്കുന്ന 6 പാരഗ്രാഫിനെ പറ്റിയിട്ട് ആർക്കും കമന്റ് സെക്ഷനിൽ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ ആ പടത്തിന് ഇത്രയല്ലേ കൊടുത്തത്, ഈ പടത്തിന് ഇത്രയല്ലേ കൊടുത്തത്, അത് കമ്പയർ ചെയ്യുന്നത് പോലും ഒരു ബന്ധം ഉണ്ടാവില്ല. ലൂസിഫറും ഓംശാന്തി ഓശാനിയൊക്കെ ആയിരിക്കും കമ്പയർ ചെയ്യുന്നുണ്ടാവുക. ഒരു ബന്ധം വേണമല്ലോ. ലൈക്ക് അതൊന്നും ഇല്ലാതെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു പോയിന്റ് ഞാനങ്ങ് തീരുമാനിച്ചു ഈ പരിപാടി വേണ്ട. അപ്പം പിന്നെ കുറെ ആൾക്കാർ മെസ്സേജും ഇതൊക്കെ അയക്കാൻ, അതായത് ഞങ്ങൾക്കിത് സ്പോയിലർ ഒന്നും വേണ്ടാതെ ഇതൊന്നും അറിയണം എന്നുണ്ട്. പിന്നെ കുറെ കാലം എൻ്റെ തലയിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഇതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളത് എൻ്റെ ടെക്നിക്കാലിറ്റി ഉണ്ടല്ലോ, ബാക്ക് എൻഡ്
കോഡിങ്ങിന്റെ പരിപാടിയും ചെയ്യണം. അപ്പം അത് അങ്ങനെ കുറച്ച് സംഭവങ്ങൾ സ്റ്റക്കായി നിന്നുകൊണ്ട് ഞാൻ കുറെ സമയം അത് വേണ്ടാന്ന് വെച്ചു. ഈ കോൺസെപ്റ്റ് കുറെ കാലമായിട്ട് തലയിലുണ്ടായിരുന്നു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സേഫ് ആണ്. നമ്മള് ലൈക്ക് അത് കാണണോ വേണ്ടിയോ എന്നാ പറയുന്നത്. ഇപ്പം പണ്ട് ഞാൻ 3 കൊടുത്തൊരു സിനിമയും ചിലപ്പം ഗ്രീൻ കൊടുക്കുന്നുണ്ടാവും. കാരണം അത് ഫൺ പടമാണ്, കണ്ടോളൂ എന്നുള്ള ലെവലിലാണ് പറയുന്നത്. പക്ഷെ അത് പരിപാടി സെറ്റായി കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ കൊടുത്തു. റെഡൊക്കെ കൊടുത്ത് എയറിലായ പടമൊക്കെ ഉണ്ടോ അങ്ങനെ? കഴിഞ്ഞ 2023 ബാക്കിയുള്ളവരെ പോലെ ഉണ്ണിനെ പോലെ ഒന്നും എയറിലാവുന്ന അവസ്ഥ വരുന്നില്ല. കാരണം ഇത് വായിച്ചു നോക്കാനുള്ള ക്ഷമയൊക്കെ ഉണ്ണിയുടെ പരിപാടിയിൽ എനിക്ക് തോന്നുന്ന ആൾക്കാർക്ക് ബാക്കി പണികളൊക്കെ ചെയ്യുന്നതിന്റെ നടുവിലും ഹെഡ്സെറ്റ് കുത്തിയിട്ടും കേൾക്കാൻ പറ്റും. നമ്മളതൊന്നും ഇരുന്ന് ക്ഷമയോടെ വായിക്കണം എന്നുള്ളതുകൊണ്ട് എയറിലാകുന്ന പരിപാടി കുറവാണ്. വിശാലിന്റെ ആണെങ്കിൽ റിവ്യൂസ് ഒരു ഇന്ററാക്റ്റീവ് സ്റ്റൈലിലൊക്കെ ആണല്ലോ. ഇപ്പൊ ഫിലിം കമ്പാനിയില് വീഡിയോ ചെയ്യുമ്പോൾ വരുന്നത്. അപ്പൊ നിങ്ങളുടെ ഈ ഇപ്പോ 2 പേര് 2 പെർസ്പെക്റ്റീവ് സിനിമ കാണുന്നു. അപ്പൊ നിങ്ങൾ എങ്ങനെ സിനിമ കാണുന്നത്? മൈൻഡ് സെറ്റ് എങ്ങനെയാ? ഇല്ല, ഞങ്ങൾ വേറെ സ്ഥലത്തിരുന്നാ കാണുന്നത്. പക്ഷെ മറ്റേ വീഡിയോന് വേണ്ടി ചെയ്യുമ്പോൾ, ടെക്സ്റ്റിന് വേണ്ടി ചെയ്യുമ്പോൾ ഫുൾ ഡിഫറെന്റ് ആയിരിക്കും. വീഡിയോന് വേണ്ടി ചെയ്യുമ്പോൾ അവൻ എൻ്റെ കൊളീഗ് വേറെ സ്ഥലത്തിരുന്ന്, ഞാൻ വേറെ സ്ഥലത്തിരുന്ന്. അവൻ കുറച്ച് തെലുങ്ക് ആയതുകൊണ്ട് കുറച്ച് ഡോസേജ് കൂടുതൽ എല്ലാത്തിനും, ഞാൻ മലയാളി ആയതുകൊണ്ട് കുറച്ച് എല്ലാത്തിനും കുറവാ. അപ്പോൾ എങ്ങനെ പോയി കഴിഞ്ഞാൽ എല്ലാ പെർസ്പെക്റ്റീവും കിട്ടും. കാരണം അവന് എല്ലാം ഭയങ്കര ഇഷ്ടമാവും, എനിക്ക് ഒന്നും ഇഷ്ടാവില്ല. അപ്പൊ അതിന്റെ നടുക്കോടെയാണ് എല്ലാവരുടെയും സിനിമയുടെ ഒരു ഒപ്പീനിയനും. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എഴുതുമ്പോൾ എനിക്ക് വേണം കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആകുന്നുണ്ട്. കാരണം നമ്മള് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ നമ്മളെ തന്നെ കൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യണം. എന്നാലേ നമുക്ക് എന്താ പറയാ, എന്തുകൊണ്ടാണ് നമുക്ക് ഇത് ഇഷ്ടമായില്ല എന്ന് പറയാൻ നമുക്ക് എളുപ്പമായിരിക്കും. പക്ഷെ എന്തുകൊണ്ടാണ് ഇഷ്ടമാവുക എന്നൊക്കെ ആലോചിക്കുമ്പോൾ കുറച്ചും കൂടി സമയം വേണം. പിന്നെ എനിക്ക് ഇപ്പോഴും വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ, കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മള് ഹെഡ്ലൈൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഹെഡ്ലൈൻ പിന്നെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർ വായിക്കുമല്ലോ, ഇങ്ങനെ എൻ്റെ ചെയ്താൽ നല്ല ഫണ്ണായിരിക്കുമല്ലോ. അത് മാറ്റിയെടുക്കണമെന്നൊക്കെ ഉണ്ട്. അത് കുറേയും കൂടെ ഫോക്കസ്ഡ് ആയിട്ട് കാണുമ്പോൾ അതൊന്നും ആലോചിക്കേണ്ട, സിനിമ എഴുതി കഴിഞ്ഞിട്ട് വീട്ടിലെത്തി കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി. അതാണ് എൻ്റെ ഒരു എയിം. പക്ഷെ ഇപ്പൊ ഇങ്ങനെ സ്റ്റക്കായി ഇരിക്കുകയാണ്. ഇങ്ങനെ എഴുതിക്കൊണ്ട് പോയിന്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ ഹെഡ്ലൈൻ എഴുതിയ ഇയാളെ കളിയാക്കാം. പക്ഷെ ഞങ്ങളുടെ റിവ്യൂല് ഹെഡ്ലൈൻ അത് തന്നെ പറഞ്ഞ അതേ പ്രശ്നം തന്നെ. ഇത് മാറ്റിക്കഴിഞ്ഞാൽ, മറ്റേ പോയിന്റ് സിസ്റ്റം മാറ്റിക്കഴിഞ്ഞാൽ, സ്റ്റാർ സിസ്റ്റം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഹെഡ്ലൈൻ ബേസ്ഡ് ആയിരിക്കും. ഇല്ല, വി ഡോണ്ട് ഹാവ് റേറ്റിംഗ് ഇല്ല. പക്ഷെ ഹെഡ്ലൈൻ കണ്ടിട്ട് അപ്പൊ പറയും ഇതെന്താണ്. അത് വായിക്കാണ്ട് തന്നെ നമുക്കറിയാം ഒരാളൊരു ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് എത്ര സെക്കൻഡാണ് വായിക്കണേന്ന്. അപ്പൊ തന്നെ അറിയാം അവര് വായിക്കുന്നില്ല പ്രോപ്പർ ആയിട്ട്. പക്ഷെ എയർലാവാറില്ല. അതുകൊണ്ട് വിക്രം അല്ല, അത് കാണുമ്പോ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ പോയി. പക്ഷെ അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ കുറേയൊക്കെ എഴുതി ഇത്രയും വർഷങ്ങളൊക്കെ ആവുമ്പോൾ നമ്മൾ ഇന്റേണലൈസ് ചെയ്യും. നമ്മൾ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോട്ടീസ് ചെയ്ത് തുടങ്ങും. നമ്മൾ ഒരുപാട് ചിന്തിച്ചില്ലെങ്കിലും നോട്ട് ചെയ്തില്ലെങ്കിലും പോലും നമ്മുടെ മനസ്സിലിത് ഉണ്ടാവും. പിന്നെ ചില സിനിമകൾ ഞാൻ വായിച്ചു നോക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ സിനിമയെ പറ്റിയല്ല. ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഹർഷത് നാലാവാഡേൻ്റെ ഫോളോവർ എന്ന് പറഞ്ഞൊരു കന്നഡ ഫിലിം ഞാൻ കന്നഡ മറാഠി ഫിലിമാണ്. അപ്പോൾ അത് ഞാൻ കണ്ടിട്ട് ഞാൻ ആദ്യം ചെയ്തത്, ഞാൻ ബെൽഗാമിനെ പറ്റി പോയിട്ട് അതിൻ്റെ ഒരു ചരിത്രം കുറച്ച് വായിക്കും. ബിക്കോസ് പടം അതിനെ പറ്റിയിട്ടാണ്, ചരിത്രത്തെ പറ്റിയിട്ടാണെങ്കിൽ നമുക്ക് ചെറിയൊരു അവയർനെസ് നമുക്ക് ഉണ്ടാവുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. കാരണം ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇൻഫർമേഷനാണ്, അതിന് മീതെയാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് ചെയ്യാറുണ്ട്. മാക്സിമം സന്തോഷമായിട്ട് പോയിരുന്ന് കാണാൻ, അതായത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയിരിക്കുക. കുറേ ആൾക്കാർ ഈ പറഞ്ഞ പോലെ ചോദിക്കാറുണ്ട്, ബുക്കും പേനയൊക്കെ ആയിട്ടാണോ പോകുന്നത്, ഫോണിൽ നോട്ട് ചെയ്ത് വെക്കുമോ? അങ്ങനെയൊന്നും നിങ്ങൾക്ക് സിനിമയെ കുറിച്ച് സംസാരിക്കാൻ, നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്, പോസ്റ്റ് ചെയ്ത് സീനൊക്കെ കാണാനാണെങ്കിൽ അങ്ങനെ ചിലപ്പോൾ പറ്റുമായിരിക്കും. പക്ഷെ നമുക്കിത് ആ ഓപ്ഷൻ ഇല്ല. പിന്നെ ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കാണുക, എത്രയും പെട്ടെന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുക, ഈ പറഞ്ഞ പോലെ കാണണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. അപ്പം അത് എൻജോയ് ചെയ്യുക, അത്രയും സമയം അവിടെ ഇരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ തിയേറ്ററിൽ പോയി കഴിഞ്ഞൊരു ചായയൊക്കെ കുടിച്ച് കുറച്ച് റിലാക്സ് ചെയ്തിരുന്നിട്ട് സമാനമായിട്ട് പടം കാണുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് എത്താൻ പറ്റുക എന്നുള്ളതാണ് എൻ്റെ ആകെ ശ്രദ്ധിക്കുന്നൊരു കാര്യം. ആ ഒരു ആംബിയൻസിൽ മൂഡിൽ സെറ്റായിട്ടിരിക്കുക, കാണുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ബുള്ളറ്റ് പോയിന്റ് സെറ്റപ്പാണ് ഞാൻ ചെയ്യുക. ഇപ്പോൾ പെർഫോമൻസ് നേടി കഴിഞ്ഞാൽ പിന്നെ പെർഫോമൻസിനെ കുറിച്ചാണ് പറയുക. അപ്പോൾ പെർഫോമൻസിൽ ആ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ ആരുടെയൊക്കെ പേര് വരുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ആ പടമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഓർമ്മ വരുന്നത്, അത് പറയാം. അതായത് ഒരു സാധാരണ ഒരു മനുഷ്യൻ പടം കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അയാൾക്ക് എന്തൊക്കെ ഓർമ്മയുണ്ടാവും എന്ന് പറയുന്ന പോലെ എനിക്ക് എന്തൊക്കെ ഓർമ്മയുണ്ട്, ഇതൊക്കെയാണ് ഇതിനകത്ത് ഓർത്തെടുക്കാനുള്ള സാധനം.
ഇതൊക്കെയാണ് ഇതിലെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തത്. ഇന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഒരു നെഗറ്റീവ് സംഭവമായിരുന്നു എന്ന് പറയാം. ഇത്രയാണ് ചെയ്യുക. അല്ലാതെ മറ്റേ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം ഈ പറഞ്ഞ ഹെഡിങ് സംഭവങ്ങളൊക്കെ ഇല്ലേ, ഇത് എനിക്ക് ഫീൽ ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ഈ തെലുങ്ക് കന്നഡ പടങ്ങളൊക്കെ കാണുമ്പോഴാണ്. തെലുങ്ക് പടം കാണുമ്പോൾ അറിയാം ബാലയ്യ വരുന്നുണ്ട്, അപ്പം ലോറി, ലോറി വെച്ചിട്ട് ഒരു ടൈറ്റിൽ, അത് ആലോചിക്കാറുണ്ട്. പിന്നെ ഈ പുള്ളി കാണിക്കുന്ന കത്തി സീനുകളെല്ലാം നോട്ട് ചെയ്യും. ഇപ്പം ഇൻ്റർവെൽ ആകുമ്പോഴേക്കും ഫുൾ മൈൻഡിലുണ്ടാവും, എല്ലാം നോട്ട് ചെയ്ത് നോക്കും. കാര്യം പടം ഫുള്ള് കഴിയുമ്പോൾ ചിലപ്പോൾ വിട്ടുപോകും, അതിലും വലിയ കത്തി അടുത്ത് വരുന്നുണ്ടാവും. അപ്പം മറ്റേ ലോറി പറക്കുന്ന സീൻ മറക്കരുത് എന്ന് പറഞ്ഞാൽ അപ്പം നോട്ട് ചെയ്യും, അങ്ങനെ നോട്ട് ചെയ്ത് നോക്കും. മലയാളം പടത്തിന് ആ സാധനമില്ല. പക്ഷെ പ്രാർത്ഥന എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ നന്നായിരിക്കണം എന്നുള്ള. ചില ആൾക്കാരുടെയൊക്കെ വിചാരം നെഗറ്റീവ് പറഞ്ഞാൽ റീച്ച് കിട്ടും, അതുകൊണ്ട് നെഗറ്റീവ് പറയാനിരിക്കുന്ന. നെഗറ്റീവ് പറഞ്ഞാൽ റീച്ച് അല്ല കിട്ടുക, എത്രയാണ് കിട്ടുക. നമുക്ക് എത്ര പോസിറ്റീവായിട്ടൊരു സിനിമയെക്കുറിച്ച് പറയുന്നു, ആ സിനിമ എത്ര ഹിറ്റാവുന്നു, നമുക്ക് അത്ര റീച്ച് കിട്ടും. കാര്യം ഈ ഫാൻസുകാർ മുഴുവൻ നമ്മളെ കട്ട് ചെയ്ത് റീലടിച്ച് കയറ്റി വിട്ടോളും, നമുക്ക് റീച്ചും കിട്ടും, റവന്യൂവും കിട്ടും. നമുക്ക് ആഗ്രഹം എല്ലാ പടവും സൂപ്പർ ആവണമെന്നാണ്. ആ ഒരു പ്രാർത്ഥനയുണ്ടാവും. പിന്നെ ഈ പടം ഒരു സമയം കഴിഞ്ഞ് കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ എങ്ങനെയെങ്കിലും ഉന്തിത്തള്ളിയിരുന്ന് തീർത്തിട്ട് പിന്നെ വീട്ടിലേക്കുള്ള യാത്രയിൽ ബൈക്കിലിരിക്കുമ്പോൾ പ്ലാൻ ചെയ്യും, ഇന്ന സാധനം ട്രോൾ ചെയ്യണം, ഇത് പറയണം, ഇത് പറയാതെ വരും, അങ്ങനെ ഒരു പ്ലാനിങ്. എൻ്റെ പ്ലാനിങ് കൂടുതലും നടക്കുന്നത് പടം കഴിഞ്ഞ് വീട്ടിലേക്കുള്ള യാത്ര, ആ ഗ്യാപ്പിലാണ്. എനിക്കൊന്ന് ഒരുവിധം എല്ലാവരും അങ്ങനെയൊക്കെ ആയിരിക്കണം. ഈ അല്ല പക്ഷേ ഈ ഒരു എന്താ പറയാ, ഒരു നെഗറ്റീവ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു അറുബോറൻ പടത്തിനെ കുറിച്ച് എഴുതുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു വീഡിയോ എന്നുള്ളത് ഒരു കൂടുതൽ പേര് കാണുന്നു എന്നുള്ള സിനാരിയോ ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഇല്ലേ? റോസ്റ്റിംഗ് ട്രോൾ ചെയ്യാനുള്ള സാധ്യത. ഇപ്പൊ എനിക്ക് അങ്ങനെ എന്താ പറയാ, ഫസ്റ്റ് അങ്ങനെ ഫീൽ ചെയ്തൊരു സംഭവം സാഹോയുടെ റിവ്യൂ ആയിരുന്നു. സാഹോയുടെ റിവ്യൂല് ഞാൻ പുകഴ്ത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ സിനിമയുടെ ഗംഭീര ഗ്രാഫിക്സ്, അങ്ങനെ ഞാൻ പറയുള്ളൂ, അതൊരു സർക്കാസം, അങ്ങനെ ഒരു രീതിയിലാണ്. അത് കഴിഞ്ഞ് പിന്നെ ബിഗ് ബ്രദർ ആണ് അങ്ങനെ ചെയ്തത്. അത് നമുക്ക് എപ്പോഴും കിട്ടൂല. അതായത് ചില തല്ലിപ്പൊളി പടങ്ങൾ നമുക്ക് ട്രോൾ ചെയ്താൽ അതിനൊരു രസം ഉണ്ടാവും. പക്ഷെ വേറെ ചില തല്ലിപ്പൊളി പടങ്ങൾ നമുക്ക് റോസ്റ്റ് ചെയ്യാൻ പോലും തോന്നില്ല. നമ്മളത് കണ്ടത് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയുള്ളൂ. ഞാൻ പടം കഴിഞ്ഞ് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയ ദിവസങ്ങളുണ്ട്. അതായത് മലയാളത്തിൽ ലാസ്റ്റ് പറയാമോ പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞമ്മണീസ് ഹോസ്പിറ്റലിൽ ഞാൻ കണ്ടു. ഞാൻ നേരെ വീട്ടിൽ പോയി ഡ്രസ്സെല്ലാം അയച്ചു കളഞ്ഞ് പുതച്ച് മൂടി സുഖമായിട്ട് കിടന്നുറങ്ങി. എനിക്കത് വീഡിയോ ചെയ്യാൻ തോന്നുന്നില്ല, കാര്യം ഞാൻ ഡെഡായിപ്പോയി. ഒരു അങ്ങനത്തെ ഫീൽ ഉണ്ടാകുന്ന പടങ്ങളുണ്ട്, അവിടെ നമുക്ക് ട്രോൾ ചെയ്യാനൊന്നും പറ്റൂല. അപ്പം അതങ്ങനെ വിടുക. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീച്ച് കിട്ടും. അത് ഈ റോസ്റ്റ് സ്വഭാവം വരുമ്പോൾ മാത്രമാണ്. അതും നല്ല ഹൈപ്പുള്ള പടത്തിനെ റോസ്റ്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഒരു എന്താ പറയുക, ചെറിയ പടത്തിനെയൊക്കെ റോസ്റ്റ് ചെയ്തിട്ട് ആരും കാണില്ല. അപ്പം അങ്ങനെ ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ചിലപ്പം രസമുള്ള എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞു എന്ന് എനിക്ക് തന്നെ തോന്നുന്ന വീഡിയോസ് ഉണ്ടാവും. പക്ഷെ അതൊന്നും ആരും കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പം നെഗറ്റീവ് പറയുകയാണെങ്കിലും അതിനൊരു സ്റ്റാൻഡേർഡ് വേണം. ഇപ്പം ഏതാണ് കുഞ്ഞാലി വരയ്ക്കാരനെ നമുക്ക് റോസ്റ്റ് ചെയ്യാം, അതിന് അത്രയുള്ള സ്റ്റാൻഡേർഡ് ഉണ്ട് അതിന്. അതിലും സ്റ്റാൻഡേർഡ് ഇല്ലാത്ത സിനിമയെ ഞാൻ റോസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ എന്താ പറയുക, വാല്യൂ ഉണ്ടല്ലോ, അങ്ങനെ ഒരു സാധനം, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. വെറുതെ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ റീച്ച് കൂടുതൽ തോന്നിയിട്ടില്ല. ഞാനിപ്പോൾ ഒത്തിരി ആക്റ്റീവ് അല്ല റിവ്യൂ ചെയ്യണല്ലോ. നമ്മള് എന്തിന് നമ്മൾ റിവ്യൂ ചെയ്യണോ അല്ലെങ്കിൽ നമ്മൾ മൂവീസ് ഇത് ചെയ്യണോ എന്ന് വെച്ചാൽ നമുക്ക് മൂവീസിനെ കുറിച്ച് നമ്മൾ പാഷനേറ്റ് ആണ്. റിവ്യൂവേഴ്സിനെ കുറിച്ച് ഇപ്പോൾ ജനറലി ഇപ്പോൾ പ്രത്യേകിച്ചും ഉള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവിയെ കശാപ്പ് ചെയ്യാനുള്ള ആൾക്കാരെന്നുള്ള. ഈ ഒരു സിനിമ ഒരു ദിവസം നമ്മൾ 5 സിനിമയൊക്കെ കാണുന്ന ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ അത്രയും സമയം നമ്മൾ ഡിവോട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഒരു സിനിമ കാണാൻ പോകുന്നത്. ആ സിനിമ നന്നാവണം എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരുടെയും ആഗ്രഹം. ഏതൊരു വ്യൂവറിൻ്റെയും അല്ലെങ്കിൽ ഏതൊരു ഫിലിം ബഫിൻ്റെയും ഒരു ആറ്റിറ്റ്യൂഡ് അത് തന്നെയാണ് ഏതൊരു റിവ്യൂവറിൻ്റെയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആരും ഈ സിനിമ ഇങ്ങനെ വധിച്ചേക്കാം എന്ന് വിചാരിച്ച് തിയേറ്ററിൽ 2.5 മണിക്കൂറോ അല്ലെങ്കിൽ 3 മണിക്കൂറോ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ആർക്കും സമയവുമില്ല. അപ്പോൾ 2-3 സിനിമ കണ്ടിട്ട് നമ്മൾ ചിലപ്പോൾ തലവേദനയ്ക്കുള്ള മരുന്നും കഴിച്ചിട്ടായിരിക്കും അടുത്ത സിനിമയ്ക്ക് കയറുന്നത്. അപ്പോൾ റിവ്യൂ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും ഈ സിനിമ ആസ്വദിക്കാൻ വേണ്ടി പോയിട്ട് നമ്മൾക്ക് കിട്ടുന്ന ഒരു റിയാക്ഷനാണ്. അത് ഏതൊരു വ്യൂവറിനും ഉണ്ട്. എങ്ങനെയാണ് ആളുകൾ ഒരാളുടെ റിവ്യൂസ് കൂടുതലായിട്ട് വായിക്കുകയോ അല്ലെങ്കിൽ കാണുകയോ ചെയ്യണത്, അത് കൂടുതൽ പ്രേക്ഷകരോ അല്ലെങ്കിൽ കൂടുതൽ റീഡേഴ്സോ അതുമായിട്ട് അവരുടെ ഒരു
സിനിമ എസ്തെറ്റിക്സോ അല്ലെങ്കിൽ അവരുടെ ഒരു സിനിമയോടുള്ള ഒരു ഇഷ്ടം ആയിട്ട് മാച്ച് ചെയ്ത് പോകുന്നുണ്ട് എന്ന് വരുമ്പോഴാണ് റിവ്യൂ സക്സസ്ഫുൾ ആവുന്നത്. അപ്പോൾ ഞാൻ പറയണത് റിവ്യൂവേഴ്സും സിനിമ നല്ലതാവാൻ വേണ്ടിയാണ് പോകുന്നത്, സിനിമ എക്സൈറ്റഡ് ആയിട്ട് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. അവരുടെ നോർമൽ റിയാക്ഷനാണ് പലപ്പോഴും ഈ പറയുന്ന റോസ്റ്റിങ്ങും അല്ലെങ്കിൽ ചീത്ത എഴുതലും പിന്നെ ടോർച്ചർന്നോ അല്ലെങ്കിൽ ഡിസപ്പോയിൻറ്റിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുതേണ്ട പലപ്പോഴും റിവ്യൂ ചെയ്യേണ്ട വരാറുള്ളത്. സിനിമ കാണാൻ പോകുന്നത് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ്, നല്ലതാവാൻ വേണ്ടിയാണ്, ആ സിനിമ കണ്ട് ത്രിൽഡ് ആവാൻ വേണ്ടിയാണ്. 50% മാത്രം പണം അടച്ചുകൊണ്ട് നിങ്ങൾക്ക് വീടിന്റെ പണി പൂർത്തീകരിക്കാം. ബാക്കി വരുന്ന 50% നിങ്ങൾക്ക് 50 മാസത്തിൽ തവണകളായിട്ട് അടക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് വീടിന്റെ പ്ലാനും മോഡൽസും കിട്ടാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഹൗസ് ഫോർ എന്ന ആപ്പ് ഡൗൺലോഡ്. റിവ്യൂവേഴ്സിനെ ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് റിവ്യൂ, ഉണ്ണിയെ സ്ഥിരമായിട്ട് ഉണ്ണിയുടെ റിവ്യൂ കാണുന്ന ഒരാള്, ഉണ്ണിയുടെ ഒപ്പീനിയൻ ആണ് പറയുന്നത്. വൺസ് ഒരു പോയിന്റ് ഇത് ഇയാളുടെ ഒപ്പീനിയനെ മാറുമല്ലോ. ഉണ്ണിക്ക് വർക്കായില്ല, എനിക്ക് വർക്കല്ല, ഞാൻ ആ സിനിമ കാണാൻ പോകുന്നില്ല, അങ്ങനത്തെ ഒരു ഇൻഫ്ലുവൻസ് ഇല്ലേ റിവ്യൂവിന്? ഐക്യപ്പെടലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ അഭിപ്രായമാണ് ഞങ്ങളുടേതെന്ന് പറയുന്ന എനിക്കൊന്ന് എല്ലാവർക്കും ഉണ്ടാവും. ഈ പറഞ്ഞ എല്ലാവരോടും ഇപ്പം വിശാലിന്റെ റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ ഡിസിഷൻ എടുക്കാറുള്ളത്. പിന്നെ അതിലൊരു കോസ്റ്റ് എഫക്റ്റീവ് മറ്റേ മണി സേവിങ് മെക്കാനിസം കൂടി രണ്ട് മൂന്ന് ഫാക്ടർ ഉണ്ട് എന്ന് തോന്നുന്നത്. പിന്നെ ഈ പറഞ്ഞതില് എനിക്ക് നമ്മൾ മറ്റേ ഈ എന്താ അവിടെ ഇതിൽ ബോയിങ്ങിന് മറ്റേ OP ഉടച്ച പോലെ കുറെ, അതായത് കുറെ ബോംബ് ചെയ്യാൻ വേണ്ടിട്ട് മറ്റേ സ്ക്രീനിലേക്ക് 4 പാടും. അതായത് കാരണം എല്ലാവരും കുളിച്ച് റിലാക്സ്ഡ് ആയി സമയം കണ്ടെത്തി രാവിലെ പോകുന്ന സമയത്ത് എന്നാൽ ത്രൂ ഔട്ട് ഒരു തലവേദനക്ക് ഇരുന്നേക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു മോശം സിനിമ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തലവേദനയാണ്. ഫിസിക്കലി നമ്മൾ തലവേദനയായിട്ട് തന്നെ ഇറങ്ങുന്നത്. ശരിക്ക് മൈഗ്രെയിൻ പൊട്ടിപ്പുറപ്പെട്ട പോലത്തെ ഒരു സംഗതിയായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ എഴുത്തും വീഡിയോ ഒക്കെ അടുത്ത തലവേദനയാണല്ലോ, എഗെയിൻ തലവേദനയാണല്ലോ ഇത്. കാരണം നമുക്ക് ഇഷ്ടപ്പെടാത്ത സിനിമയെ കുറിച്ച് ഒരു റിവ്യൂ എഴുതുക എന്ന് പറയുന്നത് അതിനൊരു മെനക്കേട് എന്നുള്ള രീതിയിലാണല്ലോ ചിന്തിക്കുക. എഴുതുമ്പോഴും നമുക്കറിയാം ഇത് ഇനിയാണ് ബഹളം തുടങ്ങാൻ പോകുന്നത്, സംഗതിയുണ്ട് അതില് എയറിൽ കയറാൻ പോകുന്ന ആളുകൾ ഇപ്പൊ അങ്ങനെ പ്യൂർലി എന്താ പറയാ നിങ്ങളെ കേട്ടിട്ടാണ് ഞാൻ പോകുന്നത് എന്നുള്ളതൊന്നും ഒരു കുറച്ച് നമ്പർ ഓഫ് റിവ്യൂസിന് ഉണ്ടാവും. അപ്പം എന്നെ ഇന്ന് ഡിസ്കവർ ചെയ്ത ആള് എന്റെ ഒരു 5 റിവ്യൂ വരെ നോക്കും. അത് കഴിഞ്ഞ് അവർക്ക് മനസ്സിലാവും ഇയാളുടെ ഏത് ജോണറിന്റെ റിവ്യൂവിനെ വിശ്വസിക്കണം, എനിക്ക് ഏത് വർക്കാവും ഏത് വർക്കാവില്ല. ഇങ്ങനത്തെ ചില സിനിമകൾ വന്നു കഴിഞ്ഞാൽ ഇയാൾ അങ്ങോട്ട് ഫേവറബിൾ ആണ്. അത് മനസ്സിലാക്കാനുള്ള കോമൺ ഇയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബോഡി ഓഫ് വർക്ക് ഉള്ള ഒരു ഫിലിം മേക്കർ ഉണ്ടാവാം, അതുണ്ടാവാം, ജോണർ ഉണ്ടാവാം അല്ലെ, അതൊക്കെ ഒരു ഫാക്ടർ ആവാൻ സാധ്യതയില്ലേ? അല്ല, അതും ഓരോ സിനിമ കഴിഞ്ഞിട്ട് ഓരോ ഗ്രൂപ്പ് ഫോം ആവുകയാണല്ലോ. നമ്മളൊരു ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമ ഒരു റിവ്യൂവർ ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇഷ്ടപ്പെടാത്ത എല്ലാരും കൂടെ അയാളുടെ ഫാനായി മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് അടുത്ത സിനിമ വരുമ്പോ ഇത് അയാളെ മാറി വേറെ ആളാകും. അപ്പൊ അവർക്കൊരു വാലിഡേഷൻ ആണ്. മനുഷ്യന് ഒരു പടം ഇഷ്ടപ്പെട്ടില്ല, ബാക്കി ആരോട് ചോദിച്ചാൽ അവര് സൂപ്പർ എന്ന് പറയുന്നു. അപ്പം പെട്ടെന്ന് എന്റെ റിവ്യൂ വരികയാണ്, എനിക്കും ഇഷ്ടപ്പെട്ടില്ല, അപ്പൊ ഒരു ആശ്വാസം. നമ്മൾ ടീമായി. പിന്നെ വേറൊരു സൗകര്യമുണ്ട്, ഇപ്പൊ പെട്ടെന്ന് ഫാൻ മാറാം. ഇപ്പൊ ബാക്കി ഇപ്പൊ ഒഫീഷ്യലി ഈ ഫാൻ സംഘടനയുടെ തലപ്പത്തുള്ളവർ അങ്ങനെ മാറില്ല. പക്ഷെ റിവ്യൂവേഴ്സിന്റെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച നമ്മൾ മമ്മൂട്ടി ഫാൻ, മമ്മൂട്ടി ഫാൻ ആണെന്ന് പറയും, അടുത്ത ആഴ്ച മോഹൻലാൽ ഫാൻ ആണെന്ന് പറയും, പിന്നെ നമ്മൾ കുറച്ച് ഫഹദ് ആണെങ്കിൽ ഫഹദിനോടാണ്. ഈ പറഞ്ഞ ഈ ഓരോ ഫാൻസിലേക്കും ആളുകൾ മാറും. സ്റ്റാർട്ട് ചെയ്ത ഇനീഷ്യൽ കുറെ ഇയേഴ്സിൽ മമ്മൂക്കൊക്കെ ഇങ്ങനെ ഒരു കമേഴ്ഷ്യൽ ഹിറ്റ് വരുന്നില്ല, നല്ല പടങ്ങൾ വരുന്നുണ്ട്, മുന്നറിയിപ്പ് അങ്ങനത്തെ സിനിമകൾ വരുന്നുണ്ട്. അത് നമ്മൾ നല്ലത് പറയുമ്പോൾ അവിടെ ബോക്സ് ഓഫീസ് ഇല്ല, ബോക്സ് ഓഫീസ് വരുന്നു അവർ ക്ലെയിം ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് ആവുന്നില്ല, അപ്പൊ ടാഗ് ചെയ്യപ്പെടും. നിങ്ങള് കുറച്ച് ബോക്സ് ഓഫീസ് ഫാൻസ് വന്നിട്ടുണ്ട് ഇപ്പൊ, അത് വേറൊരു സാധനമാണ്. ഇപ്പോ നൻപകല് നല്ലതാണ് അങ്ങനെ 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 കുറെ പ്രത്യേകതരം ഫാൻസ് ഉണ്ടായി വരുന്നുണ്ട്. അതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ മെയിൻ ഇഷ്യൂ എവിടെ ഇരിക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ എയർ പോവാന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു പാരലൽ ഇഷ്യൂ ആണ്. അതായത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇന്ന കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടാത്തത് ഇന്ന കാരണം കൊണ്ടാണ്. ഇതാണ് സാധാരണ നമ്മൾ അഭിപ്രായം പറയുമ്പോൾ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഉത്തരവാദിത്വം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് ഇന്ന കാരണം കൊണ്ടാണ്. ഇഷ്ടപ്പെടാതെ വന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അതായത് ഇത് കാണുന്ന ആൾക്കാർ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് ഇന്ന കാര്യം കൊണ്ടായിരിക്കും എന്ന് ഞാൻ അവനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യേണ്ട അവസ്ഥയാണ്. കാര്യം അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ ഒന്ന് തെളിവിച്ചിട്ടുള്ളൂ. അപ്പം ഈ അതായത് ഈവൻ ബാക്കി റിവ്യൂവേഴ്സിന് എന്തുകൊണ്ട് വർക്കായില്ല എന്നും കൂടി ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ. അത് എനിക്ക് വർക്കായി, വേറെ കുറച്ച് പേർക്ക് വർക്കായില്ല, അതിൻ്റെ കാരണം ഞാൻ ക്ലാസ് എടുത്ത് കൊടുക്കേണ്ട അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു ഈ പറയുന്ന ബോക്സ് ഓഫീസ് ഫാൻസിൻ്റെ കൂടി ഒരു കാര്യമാണെങ്കിൽ എന്താ പറയാ, ഹിറ്റ് പടം നീ ചീത്ത വിളിച്ച പടം അത് ഭയങ്കര ഹിറ്റ് ആയല്ലോ, ഞാനെന്ത് ചെയ്യാനാ,
ഇതില് ഉണ്ണിയുടെ ലിറ്റിൽ മിസ് റാവുത്തറിന്റെ റിവ്യൂ ഇങ്ങനെയായിരുന്നു. മെജോറിറ്റിയും പടം വർക്കറിലായിരുന്നു, പക്ഷെ ഉണ്ണി പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂ ഇട്ടെ. അതിന്റെ കമന്റ് സെക്ഷനിലും ഈ പറഞ്ഞ കുറെ സംഭവങ്ങളുണ്ട്. ചാവേറ് അത് നമ്മൾ പെയ്ഡ് ആവും, അതാണ് ഇതിലെ ഏറ്റവും വലിയ കോമഡി. ആ പേയ്മെന്റ് എത്രയാണെന്ന് അറിയാൻ എനിക്ക് നല്ല താല്പര്യം. ഗൂഗിൾ പേ നമ്പർ ഫാമിലിയിലൊക്കെ പറയാൻ നമുക്ക് അതെ, ഞാൻ റിവ്യൂവർ ആണ്, ഞാൻ സാധാരണ ഇത്ര ലക്ഷമാണ് വാങ്ങിക്കാറ്. ലക്ഷം ഈ സിനിമയുടെ രണ്ട് പകുതികളാണല്ലോ. ചില സിനിമകൾ ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര ഹൈ തരുന്നു, ഇന്റർവൽ ബ്ലോക്കിൽ ഭയങ്കര മൊമെന്റിൽ കൊണ്ട് എത്തിക്കുന്നു. നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യാണ് സെക്കൻഡ് ഹാഫിൽ ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാവുമായിരിക്കും, ഇതിന് മുകളിൽ പോയിരിക്കും. ചില സമയത്ത് ഈ സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഭയങ്കര ഡിസപ്പോയിന്റ് ആവാൻ പോകുന്ന സംഭവങ്ങൾ വരുന്നുണ്ട്, സിനിമകൾ വരുന്നുണ്ട്. ഇത് നേരെ ഓപ്പോസിറ്റ് വരാം. ഫസ്റ്റ് ഹാഫിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് ആവാതെ സെക്കൻഡ് ഹാഫ് ടു ക്ലൈമാക്സിൽ നമ്മൾ ഭയങ്കര ഹൈയിൽ ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ ഈ വർഷം കണ്ട ഒരു സിനിമ ഏതായിരിക്കും? ഒരു ഹാഫിൽ മാത്രം സാറ്റിസ്ഫാക്ഷൻ കിട്ടി, എന്നാൽ പിന്നെ അങ്ങോട്ട് പോവാതെ പോയത്? എനിക്ക് പേഴ്സണലി അത് പെട്ടെന്ന് ആലോചിക്കുമ്പോൾ കിട്ടുന്നത് കണ്ണൂർ സ്ക്വാഡാണ്. കണ്ണൂർ സ്ക്വാഡിന്റെ ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ എന്താ പറയുക, കാരണം കുറെ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു ഇതായിരുന്നല്ലോ അവരുടെ ജോബ് നേച്ചറും കാര്യങ്ങളും. ആൻഡ് ആ പെൺകുട്ടിക്ക് വാക്ക് കൊടുത്തിട്ട് പോകുന്നു എന്ന് പറയുന്നിടത്ത് ആ സ്ലോ മോഷൻ വാക്കിലാണ് ഇന്റർവൽ ബ്ലോക്ക് വരുന്നത്. അപ്പം ഇനി എന്താ സംഭവിക്കാന്നുള്ളതിന്റെയും വലിയതൊന്നും തരുന്നില്ല ആ സമയത്ത്. നമുക്ക് ഇനിയും ഇതേപോലെ കേസസിന്റെ ഇത് തന്നെയാണോ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. പക്ഷെ സെക്കൻഡ് ഹാഫിൽ ആണ് എനിക്ക് ആ പടം ശരിക്കും വർക്കായത്. കാരണം കംപ്ലീറ്റ്ലി ആ കേസിലേക്ക് ഇൻവോൾവ് ആയിരുന്നു ആൻഡ് അതിനെ തന്നെ ഫോക്കസ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ്ലി ആ പടം പോകുന്നത്. അവിടെയാണ് എനിക്ക് ആ പടം ഇതായത്. ഇപ്പം ഇങ്ങനെ ചോദിക്കുമ്പോൾ തോന്നിയിരുന്ന ഒരു പടം അതാണ്. ഫസ്റ്റ് ഹാഫിൽ ഒരു ഓക്കെ എന്നുള്ള ലെവലിൽ എന്താവും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഇല്ല, ലൈക്ക് നോക്കാം എന്നുള്ളതുണ്ട്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ നല്ലപോലെ വർക്കായത് കണ്ണൂർ സ്ക്വാഡായി. എനിക്ക് ലിയോ ഒരു ഡൗട്ടും ഇല്ല. ഫസ്റ്റ് ഹാഫ് തീരുമ്പോ തന്നെ ഒരു ആശ്വാസം അല്ലെ, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. അല്ല ഫസ്റ്റ് ഹാഫ് അതല്ലേ ഓപ്പോസിറ്റ് കണ്ണൂർ സ്ക്വാഡിന്റെ ഓപ്പോസിറ്റ്. ഫസ്റ്റ് ഹാഫ് വരെ കുഴപ്പമില്ല, ഇത്രയും കഷ്ടപ്പെട്ട് പോയി കണ്ട് രാവിലെ 4 മണിക്ക് കണ്ടതൊക്കെ വെറുതായി എന്നുള്ള രീതിയിൽ നിന്നൊരു ഫീലിംഗ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് 5 മിനിറ്റ് തൊട്ട് പിന്നെ എനിക്ക് ഒരു രക്ഷയില്ല, എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് പോയാ മതി. അതുപോലെയായിരുന്നു. ഓപ്പോസിറ്റ് കണ്ണൂർ സ്ക്വാഡിന്റെ ഓപ്പോസിറ്റ് ബേസിക്കലി. എനിക്കങ്ങനെ ഒരുപാട് ക്രൗഡ് പുള്ളേഴ്സിനെ പറ്റി പറയാനില്ല. എനിക്ക് തോന്നുന്നു ലിയോയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ലിയോയ്ക്ക് കറക്റ്റാണ്. ലിയോന്റെ ഫസ്റ്റ് ഹാഫ് പോലെ അല്ല സെക്കൻഡ് ഹാഫ്, വേറെ ഒരു പടമാണ്, വേറെ ഏതോ പടത്തിന്റെ സ്ക്രിപ്റ്റ് വെച്ച് ചെയ്ത പോലെ തോന്നും. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ സിനിമ ഇങ്ങനെ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഡിവൈഡ് ചെയ്ത് ചിന്തിക്കാറില്ല കുറച്ച് നാളായിട്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ആലോചിച്ചിട്ട് എനിക്കൊന്നും കിട്ടണില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ ആലോചിക്കാറ്. എസ്പെഷ്യലി ഞാൻ ഈ അടുത്ത് കണ്ട കൂടുതൽ സിനിമകളും OTT വന്ന സിനിമകളാണ്. അപ്പോൾ ഈ കോൺസെപ്റ്റ് ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ചിന്തിക്കുന്ന ആ ഒരു സംഗതി മാറിയിട്ടുണ്ട് കുറേ. ഇത് ഒറ്റ സ്ട്രെച്ചിൽ. ഇപ്പം RDX ഒക്കെ ഞാൻ OTT കാണുന്നത്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഇൻ്റർവൽ ബ്ലോക്ക് ഒന്നും അറിഞ്ഞൂടാ, എവിടെയാണ് ബ്ലോക്ക് ചെയ്തതെന്നൊന്നും. അപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം ഇതിവിടെ ഒന്ന് എലിവേറ്റ് ചെയ്തിട്ട് പിന്നെ ഡൗൺ ആയി അങ്ങനെയൊക്കെ മനസ്സിലാവും. അതല്ലാതെ ഇന്റർവെൽ പരിപാടി ഞാൻ ചിന്തിക്കാറില്ല. ഡയറക്ടർ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ ഡെഫിനറ്റ്ലി ലിയോയുടെ കാര്യത്തിൽ എനിക്കും ഇതേതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ലിയോ ഏതാണ് നമ്മൾ 6 മണി കുറെ മുമ്പുള്ള അല്ലെ 6 മണി ഷോയ്ക്കൊക്കെയാണ് കാണുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് ആ സിനിമയുടെ ആകെ ആശ്വാസം മറ്റേ വിക്രം ഞാൻ 2 തവണ തിയേറ്ററിൽ കണ്ടപ്പോഴാണ്. അപ്പൊ അതിന്റെ ടൈലൻഡിൽ ഇത് ഒന്നിച്ചാണല്ലോ മ്യൂസിക് അല്ല, അതിന്റെ വിക്രം എന്നുള്ള മ്യൂസിക്കും ലിയോ എന്നുള്ള ബ്ലെൻഡ് ചെയ്താണല്ലോ വരുന്നത്. അപ്പൊ ആ ആശ്വാസത്തിൽ ഇറങ്ങാം. അല്ല ബാക്കി മുഴുവൻ കഴിഞ്ഞു പോയി. വിക്രത്തിലേക്ക് തിരിച്ചിറങ്ങി ലിയോയിൽ നിന്ന് പുറത്ത് കടന്നു എന്നുള്ള പാട്ടിലേക്ക്. ഞാൻ സത്യത്തിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് എനിക്ക് ഞാൻ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ എനിക്ക് മൊമെന്റ്സ് ആണ് എൻ്റെ മൈൻഡിൽ ഉണ്ടാവുക. ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഉണ്ടായ ഒരു സാധനമൊക്കെ ആയിരിക്കും. അത് വർക്കായി ചിലപ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതുകൊണ്ടാണ് ഈ റിവ്യൂ ചിലപ്പോൾ മാറി പോകുന്നത്. അതായത് ബഹുഭൂരിപക്ഷത്തിന് ഇഷ്ടപ്പെട്ടത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നത്. ഞാൻ ചില മൊമെൻറ്റ്സ് ആലോചിക്കുമ്പോൾ എനിക്ക് അതിലൊരു IA ഫാക്ടർ ഫീൽ ചെയ്യുകയോ അല്ലെങ്കിൽ അതിന് ഭയങ്കര ക്ലീഷേ ഫീൽ ചെയ്യുകയോ ചെയ്താൽ ഞാൻ അങ്ങനെ പറയും. അതേപോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിൽ ലോക്ക്ഡായി പോകും. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്കിപ്പോൾ അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഈ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഡിഫറൻസിൽ ഫീൽ ചെയ്യുന്നില്ല. ഞാൻ ആലോചിക്കട്ടെ. എനിക്ക് ലിയോ അങ്ങനെ തോന്നിയിരുന്നു. എനിക്ക് മലയാളത്തില് ഒത്തിരി പ്രതീക്ഷ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒത്തിരി പ്രതീക്ഷ ഉണ്ടാക്കിയ ഒരു സിനിമ ഓ ബേബി ആയിരുന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആ സിനിമ. അതിനകത്ത് എല്ലാ ചേരുവകളും ഉണ്ട്. എവിടെയോ
പാളിപ്പോയി എന്ന് എനിക്ക് തോന്നിയായിരുന്നു. എന്ന് വെച്ചാൽ ഇറ്റ് കുഡ് ഹാവ് ബീൻ മച്ച് ഡിഫറെൻറ്റ് എന്നുള്ളൊരു ഫീല് നമുക്ക് തോന്നിയായിരുന്നു. അത് ശരിക്കും നമുക്കൊരു വിഷമം തോന്നി. കാരണം ആ സിനിമ ഭയങ്കര നല്ലതായിരുന്നു, എനിക്ക് ഇപ്പോഴും ആ സിനിമ ഇഷ്ടമാണ്. പക്ഷേ നമുക്ക് ഒരു അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എനിക്കവിടെ മലയാളത്തിൽ എനിക്ക് പലപ്പോഴും ഈ കണ്ടന്റ് ഒരു സ്ട്രോങ് ആവാതെ ഫിലിമുകൾ എടുക്കുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. OBBയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. പലപ്പോഴും ഈ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്, ഒരു ഷോർട്ട് ഫിലിമിന് പറ്റിയ ഒരു കണ്ടന്റ് ഉപയോഗിച്ച് സിനിമ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരു അവസ്ഥ വരുമ്പോഴാണ് നമുക്ക് അതൊരു സ്ട്രെച്ച് ചെയ്യണത്. അപ്പം അങ്ങനെയുള്ള കുറേ ഫിലിംസ് ഉണ്ട് നമുക്ക്. ഇത് നല്ലതാവാമായിരുന്നു എന്ന് തോന്നിയ കുറേ സിനിമകളുണ്ട്. 220 അധികം സിനിമ ഇറങ്ങിയ വർഷമാണല്ലോ. പക്ഷേ OBB ആണ് എനിക്ക് മലയാളത്തിൽ കുറച്ചൊരു എന്താ വെച്ചാൽ അത് നല്ല സിനിമ, എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അതിൻ്റെ നന്നാവാമായിരുന്നു. എനിക്ക് 2018 ആണ്. സെക്കൻഡ് ഹാഫ് എനിക്ക് ആക്ച്വലി 2 ഹാഫ് വർക്കായില്ല. പിന്നെ ഞാൻ ഇപ്പൊ ടെക്നിക്കലി സിനിമ തിയേറ്റർ ഡിസൈനിൽ ഇങ്ങനെ കണ്ടിരിക്കാം, വലിയ ക്രൗഡൊക്കെ ഇതൊക്കെ നോക്കുമ്പോൾ വെള്ളപ്പൊക്കം ഇത് ഞാൻ കോട്ടയത്ത് സിനിമ കാണുന്നത്. അപ്പൊ അവിടുത്തെ ഓഡിയൻസ് കൂടുതൽ പാളയിലൊക്കെ വെള്ളപ്പൊക്കം ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ഉണ്ടായിരുന്നു. ഇവർക്കെല്ലാം ഇമോഷണലി ഇവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഇങ്ങനെയൊക്കെ പടം കാണുന്നത് ആൾക്കാർ. സെക്കൻഡ് അത് വരുമ്പോ എനിക്കൊരു ഹൈയും ഇല്ല. ചില ആളുകൾ തിയേറ്ററിൽ ഇടിമിന്നൽ വരുമ്പോൾ ഇവർ ഈ ഫോണിൽ ഫ്ലാഷ് ഒക്കെ അടിച്ച് വീശുന്നുണ്ട്. അത്രയും ഹൈ ആൾക്കാരാണ്. എനിക്ക് സിനിമ ഒരു സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഈ പറഞ്ഞ മറ്റേ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട്, ആ കുട്ടിയുടെ പാമ്പ്, നമ്മൾ ഓൾറെഡി പേപ്പറിലൊക്കെ വായിച്ച കാരണം ആസിഫ് അങ്ങോട്ട് നമുക്കറിയാം പാമ്പായിരിക്കും, പാമ്പ് പോകുന്നു, ഹൈ പറയുന്നു, പോകുന്നു, ഫൈര് കൊടുക്കുന്നു. നമുക്ക് ഒരു തരത്തിൽ ഇവിടെ ഹൈ കിട്ടുന്നില്ല, എക്സൈറ്റഡ് ആവുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. സിനിമ എനിക്ക് ഒട്ടും മറക്കരുത്. അപ്പൊ എനിക്ക് 2018 ആയിരുന്നു ഭയങ്കര പോപ്പുലർ ആയ സിനിമകളിൽ ഒരു തരത്തിലും സെക്കൻഡ് ഹാഫ് തന്നെ സാറ്റിസ്ഫൈ ആയി പോയി. എനിക്ക് തോന്നുന്നു അത് എല്ലാവരും ഒരു ഇമോഷണലി കണക്റ്റഡ് ആയ ഒരു പടമാണ്. ഞാൻ ഏറി പോയില്ല. എനിക്ക് ആ സിനിമ ഇറങ്ങുമ്പോൾ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കല്ല, 2018 ഇറങ്ങിയപ്പോൾ അതിനെ ഒരു പൊടി അല്ലെങ്കിൽ ഒരു പടി മുകളിൽ നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്തതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ സിനിമയുടെ പാരലലി ഇറങ്ങിയ സിനിമയാണ്. കാര്യം അതായത് നമ്മൾ ആസ് എ ജനത നമ്മൾ ഭയങ്കരമായിട്ട് താഴ്ത്തി കിട്ടുന്ന ഒരു സിനിമ വരുമ്പോൾ ഞങ്ങൾ അതല്ല ഇതാണ് എന്ന് പറയാനുള്ളൊരു ആവേശമുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതും കൂടിയാണ് ആ സിനിമയെ അത്രയും പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള. ഒരു വിധം എല്ലാവരും ഇപ്പം ഇന്ന് ആ സിനിമ കാണുന്ന ഓഡിയൻസിലെ ഭൂരിഭാഗം ആൾക്കാരും അത് ഫേസ് ചെയ്ത നമ്മളൊരു 10-20 കൊല്ലം മുന്നേ ഉള്ള ട്രൂ സ്റ്റോറി ഒന്നും അല്ല ഇന്ന് എടുത്ത് കാണുന്നത്. നമ്മളെല്ലാവരും ഏതെങ്കിലും രീതിയിൽ, ഞാൻ റിലീഫ് ക്യാമ്പിൽ പോയിട്ടുണ്ട്, നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ആരെങ്കിലും വീട്ടിൽ വെള്ളം കയറിയതുണ്ടാവും. അപ്പം എല്ലാവരും ആ സമയത്ത് TV ന്യൂസ് ചാനലും തുറന്ന് നോക്കിയിട്ടുണ്ടാവും. നമ്മൾ ഈവൻ എൻ്റെ പേജിൽ വരെ ഞാൻ ആ സമയത്ത് റിവ്യൂ ഇടാതെ ഇതിൻ്റെ അപ്ഡേറ്റ്സ് പോസ്റ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും അതിനോടൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. അപ്പൊ ഈ കേരള സ്റ്റോറി കണക്ട് ചെയ്തല്ലോ ഞാൻ കാണുന്ന സമയത്ത് നമുക്ക് ഈ പ്രളയമുണ്ട്. അപ്പൊ എനിക്ക് കഴിഞ്ഞാൽ അതിന്റെ വിഷ്വൽ എക്സ്പീരിയൻസ് ഇപ്പൊ ഞാൻ ഇപ്പം എനിക്ക് വിനീതിന്റെ ട്രാക്ക് പോലെ ഒരുപാട് വിയോജിപ്പുള്ള ഏരിയ ഉണ്ടാവുന്ന സമയത്തും അത് നമ്മളെപ്പോഴും മൊബൈലിലാണ് ഇതിന്റെ എല്ലാ ക്ലിപ്സും കണ്ടത്. അപ്പൊ നമ്മളൊരു വലിയ തിയേറ്ററിക്കൽ ഡിസൈനില് അത് ഈ VFX ആണെങ്കിലും ഡിസൈനിലും ഈ പിന്നെ എയർലിഫ്റ്റ് സീനിലൊക്കെ നമ്മൾ കുറച്ചുകൂടി ഇത് ഒറിജിനൽ ആയിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ട് കാണുന്നു. അതിന്റെ ഫീൽ ഉണ്ടാക്കാൻ വേണ്ടിട്ട് എല്ലായിടത്തും ശ്രമം നടത്തി വിജയിച്ചിട്ടുണ്ട് തോന്നിയൊരു സംഗതി. സ്മാർട്ടാണ് അപ്പോൾ, കാരണം ഒരുപാട് ബഡ്ജറ്റ് കാണിക്കുന്നതിന് പകരം എനിക്ക് തോന്നുന്നു സുധീഷ് മോനെ രക്ഷിക്കുന്ന സീന് കൊണ്ടാണ് ഈ ഇതിന്റെ ഒരു ഇന്റൻസിറ്റി കാണിക്കുന്നത്. അതൊരു ബഡ്ജറ്റ് വൈസ് നോക്കുമ്പോൾ സ്മാർട്ടായ ഒരു മൂവാണ്. നമുക്കുള്ളിൽ കാണുന്ന ഓഡിയൻസിന് അതിന്റെ ഒരു ആങ്സൈറ്റി ഫീൽ ചെയ്യുകയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം അവർ വലിയ സ്കെയിലല്ല കാണിക്കുന്നത്. എങ്ങനെയാണ് അതൊരു ചെറിയ ഫാമിലീനെ വരെ ഇത്രയും ഇങ്ങനൊരു ടെൻഷനുള്ള ഇതിൽ എത്തിച്ചതെന്ന് കാണിക്കുമ്പോൾ കുറച്ച് മേക്കിങ്ങിൽ കുറച്ച് സ്മാർട്ട്നെസ് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. എന്റെ വിയോജിപ്പോഴും ഈ സിനിമ ഒരു 10 വർഷം കഴിഞ്ഞ ഒരാൾ കാണുമ്പോൾ അന്ന് ഈ പറഞ്ഞ ഏത് ഗവൺമെന്റ്, ഏത് പോലീസുകാര്, ചരിത്രപരമായ ഈ പറഞ്ഞ ഹിസ്റ്ററിയുടെ പാർട്ടാണല്ലോ.
ഇല്ല, തീർച്ചയായിട്ടും സിനിമ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഹിസ്റ്ററിന്റെ പാർട്ടാണ്. 10 കൊല്ലം പോവണ്ട, ഇതിനെപ്പറ്റി ഒന്നും അറിയാത്തൊരു നോർത്ത് ഇന്ത്യയിലോ ഒരാള് കൊടുത്താൽ തന്നെ അവർക്ക് നമുക്ക് കിട്ടുന്ന ഇമോഷണൽ കണക്ട് കിട്ടൂല. അതൊരു വലിയ ചാൻസും ആയിരുന്നു. കാരണം ഇതാണ് കേരളത്തിൽ യഥാർത്ഥത്തിൽ നടന്നത് എന്ന് നമുക്ക് എന്താ പറയണ അത് പറയാനുള്ള ഒരു ചാൻസ് ആയിരുന്നു. അതിന്റെ ഒരു പൊളിറ്റിക്സ് നന്നായിട്ട് പറയുകയായിരുന്നു. ഞാനും കേരളയുടെ പുറത്ത് സിനിമ കണ്ടപ്പോ ആ സീനില്ലേ മറ്റേ താങ്ക് യു എന്ന ടവലും കൊണ്ട് ഭയങ്കര ചിരിയായിരുന്നു തിയേറ്ററിൽ. അത് നമുക്കത് അറിയാം ശരിക്കും സംഭവിച്ചതാണെന്ന്. അതവിടെ എന്താണത് ഭയങ്കര ക്രിഞ്ച്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്റ്റേജിങ്ങിന്റെ പ്രശ്നമാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേജിങ്ങിന്റെ പ്രശ്നമാണ്. കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് നടക്കും ഇങ്ങനത്തെ കാരണം യൂണിവേഴ്സലി കൺവിൻസ് ചെയ്യാൻ പറ്റണം ഒരു സീൻ. ലോക്കലി അല്ലല്ലോ ചിന്തിക്കേണ്ടത്. നമ്മളതിൽ പലതും ക്ഷമിക്കുന്നത് അല്ലെങ്കിൽ അതിലെ കുറെ മിസ്റ്റേക്ക് നമ്മൾ പറയാതിരിക്കുന്നത് ഈ ഇമോഷണൽ കണക്ട് അവിടെ കിടക്കുന്നതുകൊണ്ടാണ്. അത് മനുഷ്യനും പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ എല്ലാവർക്കും അതിൽ 1-2 ട്രാക്കും ഇഷ്ടമായിട്ടില്ല. പക്ഷെ എത്ര 10-20 പേരുണ്ടല്ലോ അതില്. എല്ലാവർക്കും എല്ലാ ട്രാക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. 2 ബ്രദേഴ്സ് തലൂടിക്കുന്ന ട്രാക്കൊക്കെ എനിക്ക് ഒട്ടും ആ സമയത്ത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ ഏതെങ്കിലും ഒന്ന് നമുക്ക് പരിചയമുള്ള കണക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ഇമോഷണലി കണക്ട് ചെയ്യാൻ വിളിക്കുമ്പോൾ പോയി നോക്കുന്ന പറയുമ്പോൾ എന്താ പറയാ ഉമ്മർത്ത് കുറെ പേര് വന്നിരുന്നു. ഇതൊക്കെ അന്ന് ചെയ്തിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഭയങ്കര എല്ലാവരും പേഴ്സണലി കണക്ട് ചെയ്യുന്ന മൊമെന്റ് ആയിരുന്നു. കാരണം വെച്ചാൽ എല്ലാം കേരളത്തിന്റെ സേന എന്നൊക്കെ പറയുന്ന പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ സിനിമകൾ പണ്ടത്തെ പോലെ അല്ല സ്പ്രെഡ് ചെയ്യുന്നത്, അതായത് സർക്യുലേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ റീൽസ് ഒക്കെ വഴി ചെറിയ ചെറിയ പാർട്സ് ആയിട്ട്. അപ്പോൾ ഒരു ഫിലിം കംപ്ലീറ്റ് ആയിട്ട് ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അയാൾക്ക് ഒരു പാർട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഷെയറബിൾ ആണ്. അത് നമുക്ക് എടുത്ത് കട്ട് ചെയ്ത് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ സിനിമ എക്സിസ്റ്റ് ചെയ്യുന്നത് 2.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറായിട്ടല്ല, ഒരു കമ്പൈലേഷനാണ്. കുറേ റീൽസിന്റെ കമ്പൈലേഷൻ ആയിട്ടാണ് ഇപ്പൊ എക്സിസ്റ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെയുള്ളത് വരുമ്പോ ഇതിനകത്ത് കുറെ ട്രാക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു പോസ്റ്റ് OTT ഒക്കെ വന്നതിന് ശേഷം വരുന്ന സമയത്ത് പലപ്പോഴും റീൽസ് കണ്ടിട്ട് ഇത് ഏത് സിനിമയാണ്, ഇത് ഓക്കെയാണല്ലോ, ഇതാണ് ആളുകൾ കണ്ട. ഇപ്പൊ മോഹൻകുമാർ ഫാൻസ് പറയുന്ന സിനിമയിലെ കുറെ ക്ലിപ്സ് കണ്ടിട്ട് ഞാൻ ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതിന്റെ ക്ലിപ്സ് കുറെ ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ള ഒരുപാട് ക്ലിപ്സ് വന്നിട്ടുണ്ടായിരുന്നു. മീൻസ് ഈ നമ്മുടെ ഉദയനാട് താരത്തിന്റെ ഒക്കെ പോലത്തെ മൊമെന്റ്സ് ഉള്ള കുറെ സിനിമകൾ. സിനിമയുടെ ആഫ്റ്റർ ലൈഫ് ഇപ്പൊ പണ്ടത്തെ പോലെയല്ല. ആഫ്റ്റർ ലൈഫ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ റീൽസ് ആയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. പഴയ സിനിമകളുടെയൊക്കെ റീൽസ്, അതായത് മലയാളമല്ല അല്ലാതെ സിനിമയുടെയൊക്കെ റീൽസ് ആയിട്ട് കണ്ട് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഏതാ സിനിമ എന്ന് പോയി നോക്കിയിട്ടൊക്കെ ഉണ്ട്. അല്ല, പണ്ട് തിയേറ്ററിൽ വർക്കാവാതിരുന്ന പല സിനിമകളും ആൾക്കാർ റീവിസിറ്റ്, ഇപ്പൊ മിന്നാരം അല്ലെങ്കിൽ വന്ദനം അങ്ങനെയുള്ള അന്നൊന്നും വർക്കാവാത്ത പല സിനിമകളും ഇപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. ഈ സിനിമയുടെ ലോങ് റൺ പെർസ്പെക്റ്റീവ് അറിയല്ലോ. ഇപ്പൊ ലോങ് റൺ OTT കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണല്ലോ ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് ആളുകൾ ഡിസ്കസ് ചെയ്യുന്നതില്. എനിക്ക് ചോദിക്കാനുള്ളത് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ റിവ്യൂവേഴ്സിനെ ഭയങ്കരമായിട്ട് ആളുകൾ എന്താ മോക്ക് ചെയ്യുമ്പോഴൊക്കെ സംസാരിക്കുന്നത് ഈ ലാഗിനെ പറ്റി മെൻഷൻ ചെയ്യുന്നത്. കുഞ്ഞാലി മരക്കാറിന്റെ ഒരു പോസ്റ്റ് റിലീസ് തൊട്ട് ഇവർക്ക് എന്താ പറയാ ലാഗിനെ പറ്റി എഡിറ്റിംഗ് പഠിച്ചവരാണോ, സിനിമ ടെക്നിക്കലി അറിയോ, ഇങ്ങനെ കുറെ വിമർശനങ്ങൾ ഈ റൈറ്റിംഗിന് ടെക്നിക്കാലിറ്റി മെൻഷൻ ചെയ്യുമ്പോൾ വരുന്നുണ്ട്. അപ്പൊ ഈ ലാഗിനെ പറ്റി വെക്കാനുള്ള ലാഗ് എന്ന് പറയുന്നത് ഇപ്പോ എന്താണ് ചില സിനിമകൾ എന്താ അവർക്ക് സിനിമ ഡിസേർവ് ചെയ്യുന്ന സ്ലോ പേസ്ഡ് താളം ഉണ്ടാവാം, എന്താ പറയാ ഭയങ്കര സ്ലോ പേസ്ഡ് ആയിട്ടുള്ള മൊമെന്റ്സിന് വേണ്ടിയിട്ടുള്ള ടൈം കൺസ്യൂം ചെയ്യുന്നുണ്ടാവാം. ഇതിനെ ഈ എഴുത്തിൽ ലാഗ് അല്ലെങ്കിൽ ഇത് ഭയങ്കര ലാഗായിരുന്നു ഈ സിനിമ, ഇത് കാണാൻ പറ്റത്തില്ല, വലിയുന്നില്ല, നീളുന്നില്ല, റബ്ബർ ബാൻഡാണ്, ഇത്തരം എഴുത്തുകള് ഇതിനെതിരെയുള്ള വിമർശനങ്ങൾ എങ്ങനെ കാണുന്നത്? ഞാൻ ആക്ച്വലി കുറച്ച് കൊല്ലം മുന്നേ ഈ ഒരു സംഭവം ഇങ്ങനെ കേട്ട സമയത്ത് ഡെലിബറേറ്റ്ലി ഒരു തീരുമാനം എടുത്തത് ഈ ലാഗ് എന്നുള്ള ടേമും ഇത് യൂസ് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ. പിന്നെ വേറൊരു സംഭവം, ഞാൻ സുദേവന്റെ ഒരു പടമില്ലേ ആ സിനിമ കണ്ട സമയത്താണ് എനിക്ക് ഈ ഒരു പേഷ്യൻസിന്റെ ഒരു ഇത് കിട്ടിയത്. കാരണം മനുഷ്യരെ കണ്ട സിനിമ, അപ്പൊ അതില് നമ്മളെ പേഷ്യൻസ് ടെസ്റ്റ് ചെയ്യാണ് ആ പടം ഒരു പരിധി വരെ. പക്ഷെ അത് ആ പടത്തിന് ആവശ്യമാണ്. കാരണം ആ ലാസ്റ്റ് റിവീലിന് നമ്മൾക്കും ഒരാള് വളരെ ഹൈപ്പറാണ്, മറ്റേ ആള് കാമാണ്. അപ്പം ആ ഹൈപ്പറായ ആളുടെ പെർസ്പെക്റ്റീവിലേക്ക് ഓഡിയൻസിനെ കൊണ്ടുവന്ന് ഇയാൾ എന്തിനാണ് ഇങ്ങനെ റെസിസ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് വരെ ഉള്ളിൽ തോന്നും. അപ്പം ഇത് ചിലപ്പോൾ അത് മുഴുവൻ കാണാതെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയവരെന്തായാലും ഉണ്ടാവും. കാരണം ഒരു ഓഫ് ബീറ്റ് ഫിലിമാണ്, അതൊക്കെ അതിൻ്റെ ഇതുണ്ട്. പക്ഷെ ആ സിനിമ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ലാഗ് എന്ന് പറയുന്ന സാധനത്തിന് ഒരു പേർപ്പസും ഉണ്ടെന്ന്. വെറുതെ
നിങ്ങൾക്ക് കാണാൻ ക്ഷമയില്ല എന്നുള്ളത് കൊണ്ട് ആ പടം ലാഗാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ലാഗിനൊരു ക്രാഫ്റ്റ് വൈസ് ഒരു പേർപ്പസും ഉണ്ട്. അത് ഇപ്പം റിവ്യൂ പെർസ്പെക്റ്റീവ് ഞാൻ പറയുകയാണെങ്കിൽ റിവ്യൂവേഴ്സ് അത് മനസ്സിലാക്കാൻ നോക്കണം എന്നുള്ളത്. ലൈക്ക് നമ്മുടെ ഡിസൈൻ എന്നുള്ള നിലയ്ക്ക് അല്ലെ അത് ഏത് നമ്മുടെ ബോറടിനെയാണോ നമ്മൾ പടം ലാഗാണ് എന്ന് പറഞ്ഞിട്ട്, അതായത് നമുക്ക് പേഷ്യൻസ് ഇല്ലാത്തതിനെയാണോ നമ്മൾ പടത്തിന്റെ പേരിൽ പഴിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം. അതായത് എനിക്ക് ആ ഒരു അതിന്റെ ഒരു നമുക്ക് ഇതുണ്ടായ ഒരു പടം എനിക്ക് ഇതായിരുന്നു ഈ ക്രൈം നമ്പർ 89 കണ്ട സമയത്തായിരുന്നു. കാരണം ഞാനും ഫ്രസ്ട്രേറ്റഡ് ആവുകയാണ്. എന്താ പറയുക, ഒരു സ്യൂഡോ ഇന്റലക്ച്വൽ പടമായിട്ട് വരികയാണോ ഇത്, അങ്ങനെയൊക്കെ ഇങ്ങനെ ചിന്തിച്ച് വരുമ്പോൾ ലാസ്റ്റ് മൊമെന്റിൽ ഈ സാധനം റിവീൽ ആകുന്ന സമയത്ത് ഓക്കെ നൗ ഇറ്റ് മേക്ക് സെൻസ്, എന്തുകൊണ്ടാണ് പുള്ളി ഇതിങ്ങനെ ചെയ്തത് എന്നുള്ളത്. ആ ഒരു സംഭവം പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഇപ്പം നൻപകൽ നേരത്ത് മയക്കത്തിനെ പറ്റിയിട്ട് പലരും പറയുന്നുണ്ട് എന്തൊരു ലാഗാണ്, അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്ത് പോവുകയാണ്. ഇപ്പം ലേറ്റസ്റ്റ് 3 of Us എനിക്ക് വർക്കായ ഫിലിമാണ്. ഇപ്പൊ റിവ്യൂവിന്റെ അടിയിൽ കമന്റ് വരുന്നുണ്ട് എന്തൊരു ഇതാണ്, ഒട്ടും എൻഗേജിങ് അല്ല, ഞാൻ ഉറങ്ങിപ്പോയി. അപ്പം ഇത് എന്തിനാണ് അയാൾ അത് അതിനെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് അറ്റ്ലീസ്റ്റ് റിവ്യൂവേഴ്സ് ചിന്തിക്കണം എന്നുള്ളത്. ലാഗ് എന്ന് വെറുതെ പറയുന്നതിന് പകരം പിന്നെ എനിക്കൊന്ന് ലാഗ് ഫാക്ടർ ആദ്യം ടെക്നീഷ്യൻ സൈഡിൽ നിന്ന് വരുന്നൊരു വാക്ക് കൂടിയാണെന്ന് തോന്നുന്നു. ലാഗില്ലല്ലോ എനിക്കൊന്ന് ഓരോ അങ്ങനെയല്ല, റീപ്രൊഡക്ഷൻ ലാഗ് ഉണ്ടോ അതായത് അത് എഡിറ്ററോട് മിക്സ് ചെയ്യുന്ന ആളോട് അല്ലേ ലാഗ് എന്ന് പറയുന്നത് ചിലപ്പോൾ ലാഗ് ഉണ്ടാവും, ചിലപ്പോൾ അതിലൊരു സൈലൻസിന്റെ സ്പേസ് ഉണ്ടാവും. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ജോണറായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ ഓക്കെ സ്ലോ മൂവിയാണത്, അല്ലെങ്കിൽ അതിന്റെ സ്റ്റോറി ടെല്ലിങ്ങിന്റെ അപ്രോച്ച് അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാതെ വരുന്നുണ്ട്. പിന്നെ ശരിക്കും ലാഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്നാ പോയി വന്ന് ക്ലൈമാക്സ് മാത്രം കണ്ടാൽ പോലെ പറയുന്ന ഡിസൈനുള്ള സിനിമയുണ്ട്, സംശയമില്ല. അല്ല, റിവ്യൂവറിന് മനസ്സിലാവുണ്ടോ എന്നുള്ളതല്ല, പ്രേക്ഷകന് ലാഗ് ഫീൽ ചെയ്യണ്ടോ എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ള കാര്യം. കണക്റ്റഡ് ആവണ്ടോ എന്നുള്ളത്. 3 of Us കഴിഞ്ഞ കാലത്തെ ഏറ്റവും നല്ല സിനിമകളിലൊന്നാണ്. എല്ലാവർക്കും കണക്റ്റഡ് ആയിന്ന് വരില്ല. റിവ്യൂവറിന് മാത്രമല്ല ലാഗ്, പ്രേക്ഷകന് അത് കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഫിലിം മേക്കേഴ്സും ആലോചിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ തിയേറ്റർ ഡിസൈൻ എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് കോവിഡ് തിയേറ്റർ OTT 2 തരം ആസ്വാദനം എന്നുള്ള രീതിയിൽ തന്നെയാണല്ലോ വരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് തിയേറ്റർ ഡിസൈൻ എന്നുള്ള രീതിയിൽ എൻഗേജ്ഡ് ആവണം. അതായത് ഒരു സൈലൻസിന്റെ സ്പേസ് പോലും വരരുത്. ആളുകളുടെ കൈ ഒരു കാരണവശാലും മൊബൈലിലേക്കോ വാട്സപ്പ് നോട്ടിഫിക്കേഷനിലേക്ക് പോകരുത് എന്ന് കരുതി അങ്ങനെ പാക്ഡ് എന്നുള്ളൊരു സംഗതിയിലേക്ക് കാര്യമായി വന്നിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇത് പിന്നെ OST ഒക്കെ വരുന്ന സിനാരിയോയില് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നവരുടെ മേലിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമ്മർദ്ദം തന്നെ ഒരു നിലയ്ക്കും നിങ്ങൾ ആളുകൾ സിനിമയിൽ നിന്ന് പുറത്തേക്ക് പോകാത്ത വിധത്തിൽ പാക്ക് ചെയ്യണം എന്നുള്ളതാണല്ലോ. എഡിറ്റർക്ക് ആണെങ്കിലും ആ ഒരു സിനാരിയോ ഇല്ലേ തിയേറ്റർ എന്ന് പറയുന്നത്. ഇപ്പൊ മറ്റേ KGF 2 നോക്കുവാണെങ്കിൽ ആദ്യമൊക്കെ എനിക്ക് വേണ്ട കുറച്ച് സ്റ്റാറ്റിക് ലോങ് 5 seconds 8 second ഷോട്ട്സ് ഒക്കെ ആയിരുന്നു. അത് ഓട്ടോമാറ്റിക് ആയിട്ട് മാറി 3 seconds ആയി. പിന്നെ ഒരു ഫ്രെയിം തന്നെ ഒരു ചാട്ടത്തിൽ തന്നെ 8 കട്ടായി. പക്ഷെ ഈ KGF ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 30-40 minutes ഓഫ് ദ മൂവി ക്രോസ് കട്ടാണ്. അപ്പോൾ 2 ഇവന്റ്സ് ഒരു സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും റിയൽ ലൈഫിൽ എങ്ങനെ അത്ര കോയിൻസിഡൻസസ് നടക്കാൻ പറ്റുന്നത്? പക്ഷെ ഇവിടെ ഒരു ഗോൾഡ് അവർ ഡിഗ് ചെയ്യുമ്പോൾ ഗോൾഡ് കിട്ടണു, അതേ സെക്കൻഡ് വേറൊരു സ്ഥലത്ത് ഒരു കുട്ടി ജനിക്കുന്നു. അതുപോലത്തെ 40 minutes ആ സിനിമയാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഫോക്കസ്ഡ് അല്ലെങ്കിലും അവിടത്തെ പറ്റി ആലോചിക്കണ്ടല്ലോ. അപ്പൊ നമ്മുടെ ബ്രെയിൻ ഡബിൾ വർക്കിംഗ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് എൻഗേജ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത്. കാരണം ബേസിക്കലി ഒരാളുടെ ഒരു 30 second റീൽസ് പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ഒരു സിനിമയിൽ തന്നെ ഒരു സീനിൽ 2 സീൻ കുത്തി കയറ്റിയാലേ നമുക്ക് ആ ഒരു എന്താ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുള്ളൂ. അതിന്റെ ഒരു ഫുൾ അതായത് ഈ നമ്മുടെ മാസ് സിനിമ തിയേറ്ററിൽ ഈ 100 to 1000 crore പ്ലേസിലുള്ള മാസ് സിനിമകളുടെ ഡെഫിനിഷനിലേക്കും സൈസിലേക്കും ഡിസൈനിലേക്കും മറ്റു സിനിമകള് പ്രീസെറ്റ് അല്ലെങ്കിൽ ഒരു ഡിസൈൻ ഉണ്ടാക്കി പോകുന്നു എന്നുള്ളൊരു പ്രശ്നമായിട്ട് വരുന്നില്ലേ? കാരണം വെച്ച് കഴിഞ്ഞാൽ അതാണ് തിയേറ്ററിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിസൈൻ, അതാണ് ഓഡിയൻസിന് വർക്കാവുന്ന ഡിസൈൻ എന്നുള്ളത്. അതിപ്പം KGF പോലൊരു സിനിമ അല്ലെങ്കിൽ പോലും KGF പോലെ എൻഗേജിങ് ആവണം, എന്റർടൈനിങ് ആവണം എന്നുള്ള നിലയ്ക്കും എനിക്കൊന്ന് വേറെ ഏത് ജോണർ സിനിമ വരുമ്പോഴും അങ്ങനെ ഒരു പ്ലാനിലേക്ക് വരുന്നില്ലേ? നിങ്ങൾക്ക് ഈ ഷാറുഖ് ഖാൻ ഇഷ്ടമല്ലെങ്കിൽ സ്വൈപ്പ് റൈറ്റ്, അടുത്ത ഷാറുഖ് ഖാൻ. ഈ കഥ ഇഷ്ടമല്ലെങ്കിൽ അടുത്ത ഫ്ലാഷ് ബാക്ക്. അത് തന്നെ ഒരു 10 സ്റ്റോറി അല്ലേ, അടുത്തത് വന്നുകൊണ്ടിരിക്കും. ഇത് നിങ്ങൾ 5 minute വെയിറ്റ് ചെയ്യുക, അടുത്തത് നല്ല രസമാണ്. നയൻതാര പോരെങ്കിൽ ദീപിക അതായത് ഒരു
കണ്ടീഷൻ ആവാനുള്ള അരമണിക്കൂർ അല്ല ഒരു അതെ ആക്ച്വലി അത് ഇന്റർവ്യൂവിൽ വരെ പറഞ്ഞിട്ടുമുണ്ട്. അതായത് ആൾക്കാർക്ക് എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് എന്റെ സ്റ്റോറിയുടെ അകത്ത് ഇത് വർക്ക് ആവാത്തവർക്ക് അതുണ്ട് എന്ന് പറയുന്ന പുള്ളി ഓപ്പൺ ആയിട്ട് സമ്മതിച്ചിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് എന്റെ എല്ലാ സിനിമകളും ഇങ്ങനെ പാക്കേജ് ആക്കുന്നത്. വിജയിനെ വെച്ചിട്ടുള്ള സിനിമകളാണെങ്കിൽ എല്ലാത്തിലും 3 സ്റ്റോറി ഉണ്ടാവും, ചെറിയ കുട്ടി എല്ലാം ഉണ്ടാവും. അപ്പം ഈ ഇമോഷൻ വർക്ക് ആവാത്ത ഒരു വ്യക്തിക്ക് ഇപ്പുറത്തെ ഒരു സാധനമാണ്. ലാഗിൻ്റെ കാര്യം പറഞ്ഞപ്പം ലാഗ് എന്നുള്ള വാക്ക് കോമൺ ആയിട്ടുള്ള ഒരാൾക്ക് ഉപയോഗിക്കാൻ വേറെ വാക്കില്ല. ആ രംഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്ത് പോകുമ്പോഴുള്ള ആ ഷോട്ട് അങ്ങനെ വരണ്ടായിരുന്നു എന്നൊന്നും സാധാരണ ഒരാൾക്ക് ആകെ പറയാനൊരു വാക്കേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ലാഗ് എന്ന് പറയുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതെനിക്ക് എന്തുകൊണ്ട് അനുഭവപ്പെട്ടു എന്നുള്ളത് വലിയ സ്പോയിലർ വരാതെ പറയാൻ ശ്രമിക്കുക. ഇപ്പം കണ്ണൂർ സ്ക്വാഡിലാണ് എനിക്ക് ഈ പറയുന്ന എന്താ പറയുക, സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ വളരെ പ്രെഡിക്റ്റബിളായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിത് തീരുന്നില്ലല്ലോ എന്നുള്ള, പ്രത്യേകിച്ച് മറ്റേ പോലീസുകാർ ഇറങ്ങി അവർ തമ്മിത്തല്ലുണ്ടായി അതിനുശേഷം അതിൽ സോൾവ് ആകുന്നത്, അതായത് ഇതുവരെ വന്നിട്ടുള്ള എല്ലാ പോലീസ് സിനിമകളിലും ഉള്ളതാണ്. ഈ കൂടെയുള്ള പോലീസുകാർക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, യെസ് സാർ, ഗോ സാർ, വരൂ സാർ, അതൊക്കെ ഉള്ളൂ. അപ്പം അവർ ഈ ക്ലൈമാക്സ് ആകുമ്പോഴേക്കും ഇവരിൽ ആർക്കെങ്കിലും ഒരാൾക്കൊരു കുടുംബ പ്രശ്നം ഉണ്ടാവും, വേറൊരാൾക്ക് ഈ ജോലിയായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉണ്ടാവും. ഈ പ്രശ്നങ്ങളൊക്കെ ക്ലൈമാക്സിന് മുമ്പ് പറഞ്ഞു തീർക്കുന്ന ഒരു ഇമോഷണൽ രംഗം ഉണ്ടാവും. ഇത് ഒരു ഫിക്സ്ഡ് സെറ്റപ്പാണ്. അപ്പോൾ ഇതിങ്ങനെ പ്രഷർ ബിൽഡ് ചെയ്ത് പോകുമ്പോൾ അറിയാം ഇത് ഇങ്ങനെ എവിടെയെങ്കിലും വെച്ചിട്ട് ഇവർ വഴക്കിട്ട് സോൾവ് ആക്കും, അതൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അപ്പോൾ എനിക്കത് വളരെ പ്രെഡിക്റ്റബിളും ക്ലീഷേഡും ആയിട്ടുള്ളൊരു സാധനമാണ്. പക്ഷെ വേറൊരാൾക്ക് അങ്ങനെ ആയിരിക്കില്ല. അപ്പം ഞാൻ പറയുന്നത്, എനിക്ക് ഇങ്ങനൊരു പാറ്റേണിൽ പോയ രംഗം എനിക്ക് ലാഗ് അടിച്ചു, നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്കത് എൻജോയ് ചെയ്യാം എന്ന് പറയുന്ന പോലെ, ലാഗ് എന്ന് പറയുന്നൊരു വേർഡ് പറഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് എന്നുള്ളതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ഈ കാണുന്ന ആളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അയാൾ വിചാരിക്കും പടം ഭയങ്കര ലാഗ്, എന്ത് ലാഗ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഒരു ജംഗ്ഷനിലെ ഒരു ഗുണ്ട, നമുക്ക് കീരേലി അച്ചു എന്ന് വിളിക്കാം, അദ്ദേഹം അവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി, കള്ളുകൂടിയും പ്രശ്നമൊക്കെ ആയപ്പോൾ വീട്ടിൽ നിർത്താതെ വീട്ടുകാരെ ഓടിച്ചു വിട്ടു. കുറേ നാളെ എവിടെയോ കറങ്ങിയിട്ട് തിരിച്ചു വന്നപ്പോൾ പെങ്ങളെ ഒരുത്തും ശല്യം ചെയ്യുന്നു, അയാളെ കൊല്ലുന്നു. ഇത് കീരേലി അച്ചു ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ റേഞ്ചിലുള്ള ഒരു ക്യാരക്ടറായിട്ട് കാണിച്ചിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഒരാളുടെ കഴുതി നീക്കി പൊട്ടിച്ചതിന് ശേഷം ഇപ്പം ഞാൻ വിചാരിച്ചു അപ്പോൾ ഇനി തൊട്ട് ഭയങ്കര വെറൈറ്റി കില്ലിംഗ് ഒക്കെ ആയിരിക്കും, ഭയങ്കര അടിപൊളിയായിട്ട് വരുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ പിന്നെയും കഥയും പറഞ്ഞ് പുള്ളി അങ്ങ് പോവുക. നമുക്കിത് പാനാക്കാം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മൊത്തം കളറും പരിപാടിയും വണ്ടികളും ഗുണ്ടകളും ഈ സാധനം എല്ലാം ആഡ് ചെയ്തു. പക്ഷെ അത് താങ്ങാനുള്ള ക്യാരക്ടർ ഉണ്ടായിരുന്നില്ല. ഈ ജംഗ്ഷനിൽ ജീവിക്കുന്ന ചെറിയ ഗുണ്ടായിസം പരിപാടിക്ക് നടക്കുന്ന ഒരാളാണ് ഇത്രയും ഭയങ്കര സംഭവം ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല.